ഓട്ടിസം എന്നുള്ളൊരു വാക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു എവറിഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പോലെ വരാറുണ്ട്. പണ്ട് വളരെ കുറച്ച് കേട്ടുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ഓട്ടിസ്റ്റിക്കാണ് എന്ന ആളുകൾ സ്വയം ഡയഗ്നോസ് ചെയ്ത് വരുന്നൊരു കാലത്ത് ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഈ ഓട്ടിസം എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ സിംറ്റംസ് ഒക്കെ എന്താ? ഓട്ടിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആണ്. അത് നമ്മുടെ ബ്രെയിനിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജീനിൻ്റെ അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് കുട്ടികൾക്ക് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ബ്രെയിൻ വരുന്നത്. നമ്മളൊക്കെ ന്യൂറോ ടിപ്പിക്കൽ ബ്രെയിൻ ഉള്ളവരാണ്. സോ ന്യൂറോ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂറോ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള ബ്രെയിൻസാണ് ഓട്ടിസം എന്ന് പറയുന്നത്. നമുക്ക് സെൽഫ് ഡയഗ്നോസിസ് ചെയ്യാൻ ഇതിപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ട്രീറ്റ്സ് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഏറ്റവും നല്ല ഡയഗ്നോസ് ചെയ്യുന്നത് യു ഷുഡ് ഗോ ടു എ സ്പെഷ്യലിസ്റ്റ് ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ദിസ് പ്രൊഫഷൻ, ലൈക്ക് എ സൈക്കോളജിസ്റ്റ്. അവരുടെ അടുത്തൊക്കെ പോയി വേണം ഇതിൻ്റെ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഈ പല അറിയപ്പെടുന്ന ആളുകളും ഞാൻ ഇതിന് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു കോച്ചാണെന്നൊക്കെ പറയുന്ന കാണുന്നതുകൊണ്ട് തന്നെ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ആ ഒരു സിംറ്റംസും അതിൻ്റെ ഡെപ്തും ഒക്കെ ആരാണ് ശരിക്കുമുള്ള ഒരു തെറാപ്പിസ്റ്റ്? അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അയാൾ ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണോ, സഹായിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? നമുക്ക് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇനീഷ്യലി നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ആണ് ഇവാലുവേഷൻ ചെയ്യുക. ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പം അഡൽട്ട് ആണെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൽ നിന്ന് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ചെയ്യാം. ഫോളോഡ് ബൈ റിക്വയർഡ് തെറപ്പിസ്റ്റ്. ഏതൊക്കെ ഏരിയാസിലാണ് ആ ആൾക്ക് പ്രത്യേകം പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുള്ളത് അതിനനുസരിച്ച്, ഇപ്പം കമ്മ്യൂണിക്കേഷൻ പേർപ്പസിലാണെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് ആയിരിക്കും, സെൻസറി ഇൻ്റഗ്രേഷൻ്റെ സൈഡിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ആയിരിക്കും, അക്കാഡമിക് സൈഡിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും, ബിഹേവിയർ മാനേജ്മെൻറ്റ് ആകുമ്പോൾ ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിരിക്കും. അങ്ങനെ അവരുടെ നീഡ്സിനനുസരിച്ച് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് തെറപ്പിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് തെറപ്പി പ്രോട്ടോക്കോൾ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? യെസ്. അപ്പോൾ അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ, കാരണം അതൊരു വലിയൊരു വാസ്റ്റായിട്ടുള്ളൊരു ഫീൽഡാണ്. പക്ഷേ ഇപ്പോൾ ഓട്ടിസം സ്പെസിഫിക്കലി എടുക്കാമെന്ന് വിചാരിക്കുക, ഒരാൾ ഓട്ടിസ്റ്റിക് ആണോ എന്ന് എങ്ങനെ അറിയാം? ദർ ആർ എവിഡൻറ്റ് ഫീച്ചേഴ്സ്. നമ്മൾ യൂഷ്വലി പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉള്ള വ്യക്തികൾ, അവരാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് തിങ് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി. പിന്നെ സെക്കൻഡ് സൈൻ എന്ന് പറയുന്നത് റെപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന വ്യക്തികൾ, പിന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ ലൈക്ക് സോഷ്യൽ സ്മൈൽ, നെയിം കോൾ റെസ്പോൺസ് ഇല്ലാത്ത വ്യക്തികൾ. ഇവരുടെ ഈ ക്ലബ് ഓഫ് സിംറ്റംസ് ഉള്ളവരെയാണ് നമ്മൾ ആക്ച്വലി ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള വ്യക്തിയാണെന്ന് പറയുന്നത്. ഈ ഓട്ടിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് സ്പെക്ട്രം എന്ന് വെച്ചാൽ ഇപ്പം 1A ഓട്ടിസം ഉള്ള കുട്ടിയും B ഓട്ടിസം ഉള്ള കുട്ടിയും രണ്ടു പേർക്കും ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിലായിരിക്കും. സോ അവർ തമ്മിൽ സെയിം പ്രോട്ടോക്കോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. It will be totally different. But yes, there are similar therapy patterns verum, but it will be different for both the individuals. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിലും അത് ഓട്ടിസം ഉള്ളൊരു കുട്ടിയാവാൻ സാധ്യതയുണ്ടോ? ലൈക്ക് ഇത് എല്ലാം ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം ആണെങ്കിൽ അത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കും. യൂഷ്വലി നമ്മൾ DSM-5 അല്ലെങ്കിൽ CDC ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് ബിഹേവിയേഴ്സിൻ്റെ ഒബ്സർവേഷനിലാണ് മെയിനായിട്ട് നമ്മൾ ഓട്ടിസം ഡയഗ്നോസിസ് എടുക്കുന്നത്. ഓക്കെ, മെയിൻ ഫീച്ചേഴ്സാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ, സോഷ്യലൈസേഷനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ സെൻസറി ബേസ്ഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ്. സോ ഇതിൽ റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് വരാം, റെസ്ട്രിക്റ്റഡ് പാറ്റേൺസ് ഫോം ചെയ്യുന്നതായിരിക്കാം. സോ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളിൽ ഇത്ര നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കാണുമ്പോഴാണ് നമ്മൾ ഡയഗ്നോസിസിലേക്ക് പോകുന്നത്. എല്ലാവരിലും ഇച്ചിരി സിംറ്റംസ് കാണും, പക്ഷെ അത് ഒരെണ്ണം കൊണ്ട് മാത്രം ഓട്ടിസ്റ്റിക് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ, പലപ്പോഴും നിങ്ങൾ പറയുന്ന പല സിംറ്റംസും വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവാം. അപ്പം അയാൾ അധികം ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, പുറത്തേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല, പൊതുവേ വേണ്ട എനിക്ക് സംസാരിക്കേണ്ട എന്നുള്ള ഒരാൾ. അപ്പോൾ ആ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരാളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലാവും? ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ചിലപ്പം റിപ്പീറ്റഡ് ബിഹേവിയർ കാണണം എന്നില്ല, സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല എന്നുള്ളതെന്ന് വെച്ചാൽ, പക്ഷേ നെയിം കോൾ റെസ്പോൺസും സോഷ്യൽ ക്യൂസ് കണ്ടാൽ, ഇപ്പം ഒരു മരണ വീട്ടിൽ പോയി ചിരിക്കുന്ന ആളാണെങ്കിൽ വി സേ യെസ് ദ ചൈൽഡ് ദറ്റ് ഇൻഡിവിജ്വൽ ഹാസ് നോട്ട് അണ്ടർസ്റ്റുഡ് ദ സോഷ്യൽ ക്യൂ. ഈ വ്യക്തിക്ക് അത് മനസ്സിലാകും. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ സോഷ്യൽ ക്യൂസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ഐ ഡോണ്ട് തിങ്ക് വി വിൽ പുട്ട് ദം ആസ് ഇൻ അണ്ടർ ഓട്ടിസം സ്പെക്ട്രം. ഇതുപോലെ തന്നെയാണ് ഹൈ ഇൻ്റലിജൻസ്. ഇപ്പോൾ ചില ആളുകൾ
വളരെ ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പഴയ ചില ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അവർ പലരും ഓട്ടിസ്റ്റിക് ആയിരുന്നു എന്നുള്ള പഠനങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ ഇൻ്റലിജൻസ് ഓട്ടിസവുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ്, അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഓട്ടിസത്തിൽ ചില ആൾക്കാരിൽ നമ്മൾ ഈ പറയുന്ന ഹൈ ഇൻ്റലിജൻസ് സാവൻ സ്കിൽസ് എന്ന് പറയും. അവർക്ക് പാട്ടിനോടായിരിക്കും, അല്ലെങ്കിൽ മാത്തമാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ അതിലവർ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും വരും. സോ അതിനാണ് കൂടുതലും മീഡിയ പബ്ലിസിറ്റി കിട്ടുന്നത്. ബട്ട് ടിപ്പിക്കൽ ആൾക്കാരിലുള്ള പോലെ തന്നെ നമുക്ക് ഇൻ്റലിജൻസ് വേരിയേഷൻസ് കാണും. അപ്പോൾ ഒരു ഐക്യൂടെ കണ്ണിലൂടെ നമുക്കിവരെ ഇവാലുവേറ്റ് ചെയ്ത് ഇതാണ് ഓട്ടിസം, അല്ലെങ്കിൽ ഓട്ടിസമുള്ള എല്ലാവർക്കും ഒരു ഐക്യു ഹൈ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഡിഫറെൻറ്റ് നീഡ്സ് ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരെയും പോലെ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ആ 30 പേരും 100 ഔട്ട് ഓഫ് 100 കിട്ടിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നവരല്ല. 45 ഔട്ട് ഓഫ് 100 കിട്ടുന്ന ആളും പോകും. പക്ഷേ അയാളുടെ ബേസിക് സ്കിൽസ് മറ്റെന്തെങ്കിലും ഏരിയയിലായിരിക്കും. സോ ഇൻ്റലിജൻസ് എന്ന ആസ്പെക്റ്റ് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. സെയിം വേ ഓട്ടിസത്തിലും എല്ലാവരും ഹൈലി ഇൻ്റലിജൻ്റ് അല്ല. ദർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫീച്ചേഴ്സ് വി സി. ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ചോദിക്കട്ടെ, ഇപ്പം ചിലർക്ക് പാട്ട് പാടാൻ ഭയങ്കര കഴിവ്, ഈ കൂട്ടത്തിൽ തന്നെ ചിലർക്ക് ഇൻസ്ട്രുമെൻസിന് ഭയങ്കര കഴിവൊക്കെ ഉണ്ട്. അപ്പം പൊതുവേ പറഞ്ഞു കേൾക്കുന്നതാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെയധികം കഴിവുണ്ടായിരിക്കും, അത് നിർബന്ധമുണ്ടോ? നോട്ട് നെസസറിലി. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പ്ലിങ്ടേഴ്സ് സ്കിൽസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ ആ കുട്ടികൾ, ചില പിള്ളേർക്ക് മെമ്മറി ഇസ് വെരി ഗുഡ്. അത് ലൈക്ക് അവരൊരു കാര്യം കണ്ട ഒറ്റ തവണ കണ്ടാൽ തന്നെ ഇറ്റ്സ് ദെയർ ഇൻ ദ ഹെഡ്. ഐഡറ്റിക് മെമ്മറി എന്ന് നമ്മളത് പറയും. അത് അവർ ചില കുട്ടികൾ ഹൈപ്പർ ലെക്സിക് ആകും. ദേ ക്യാൻ ലൈക്ക് വിതൗട്ട് നോയിങ് ദ ലെറ്റേഴ്സ് ദേ ക്യാൻ റീഡ്. അവർക്ക് മീനിങ് മനസ്സിലാവണമെന്നില്ല, ബട്ട് ദേ ആർ ഏബിൾ ടു റീഡ്. സോ ദാറ്റ് ഈസ് വെരി ഫ്യൂ. ഈ പറഞ്ഞ പോലെ 7 സ്കിൽസ് ഉള്ള വ്യക്തികളാണ്, എന്നാൽ എല്ലാവർക്കും ഇല്ല. സോ വി കാൺ ജഡ്ജ് ഇറ്റ് ഇൻ ദാറ്റ് വേ. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും വയലൻ്റ് ആവുന്ന ഒരു സിനാരിയോ പറയാറുണ്ട്. സോ ഇവരൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വയലൻ്റ് ആവും എന്നൊരു പേടി കൊണ്ട് പലപ്പോഴും വീട്ടിൽ നിർത്താത്ത സാഹചര്യങ്ങളുണ്ട്. സോ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൾ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വയലൻ്റ് ആവും എന്നുള്ളത് നെസസറി ആണോ? നോട്ട് നെസസറി. ഡിപ്പെൻസ് ഓൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അവർ ആ പോകുന്ന എൻവയോൺമെൻറ്റ് അവർ എത്ര ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന സെൻസറി ഇൻപുട്ട് അവർക്കത് അതിൻ്റെ ലൈറ്റ് ആണോ, അവിടുത്തെ നോയ്സ് ആണോ, എന്താണ് അവർക്കത് കോപ്പ് ചെയ്യാൻ പറ്റാത്തത്, ഇല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസിഷൻ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ. ഓക്കെ, അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വേദനകളോ അല്ലെങ്കിൽ വിശപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ. ഇതുപോലെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ ഇവർ ടാൻട്രംസ് അല്ലെങ്കിൽ മെൽറ്റ് ഡൗൺസ് കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് കൊടുക്കുന്ന ഏർലി ഇൻ്റർവെൻഷനിലൂടെ പേരൻറ്റിനാണെങ്കിലും കൂടെ നിൽക്കുന്ന കെയർ ഗീവറിനാണെങ്കിലും സാഹചര്യങ്ങളെ മനസ്സിലാക്കി അന്നേരം പെരുമാറാനായിട്ട് കഴിയും, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ കഴിയും. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്ന കുട്ടികളാണെങ്കിൽ ആ ഫാമിലീസിനാണെങ്കിലും ദേ വിൽ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. സോ ഇത് വരാൻ സാധ്യതയുണ്ട്, മെൽറ്റ് ഡൗൺസ് വരാം. സോ ഹൗ വി ഹാൻഡിൽ ഇറ്റ് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു കെയർ ഗിവറുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം മുഴുവൻ നേരവും ഒരു കെയർ ഗിവർ നോക്കുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയും അല്ലാതെ തനിയെ ജീവിക്കാൻ വിടുന്ന ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? എല്ലാ കുട്ടികൾക്കും ഒരേപോലെ നമ്മൾ പേരൻസ് കെയർ ചെയ്യും, ഓക്കെ. പക്ഷേ ഒരു ഓട്ടിസം ലേബൽ വന്നു കഴിയുമ്പോൾ പേരൻസ് ബിക്കം ഇൻ ടു പാനിക്കി സിറ്റുവേഷൻ. അന്നേരം ഇറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്, ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ എന്ന്. എന്നാൽ ഏതൊരു റെഗുലർ കിഡിനെയും ഹാൻഡിൽ ചെയ്യണേ എല്ലാ പേരൻസിനും അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഉണ്ട്. എന്നാൽ ഈ ഓട്ടിസം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കൊച്ചിൻ്റെ മെൽറ്റ് ഡൗൺ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് പേരൻസിനൊരു പാനിക്കി സിറ്റുവേഷൻ വരുന്നത്. യെസ്, അന്നേരം അവർക്കൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. അവിടെ വി ഹാവ് ടു കീപ് കൗൺസിലിംഗ് ദം ഹൗ ടു മാനേജ് ദ ചൈൽഡ് ഡ്യൂറിങ് ദോസ് ടൈംസ് എന്ന് നമ്മൾ കൗൺസിൽ ചെയ്ത് അഡ്രസ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് വൈ വി ഗിവ് പേരൻറ്റ് ട്രെയിനിങ് ഓൾസോ. ഇപ്പം ഓട്ടിസം നമുക്ക് എങ്ങനെ ഏത് സമയത്ത് ഡിറ്റക്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും, അറിയാൻ പറ്റും? ഓട്ടിസം സിംറ്റംസ് ബൈ ബർത്ത് തന്നെ കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ വളരെ സട്ടിൽ ഫീച്ചേഴ്സ് ആയിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പം ഒരു പേരൻറ്റിന് പറ്റിയെന്ന് വരില്ല. അതി ഏർലിയസ്റ്റ് അവർ കണ്ടുപിടിക്കുന്ന ഒരു 1.5-2 വയസ്സാകുമ്പോഴും കുട്ടി സംസാരിക്കുന്നില്ല എന്ന പോയിൻ്റ് എത്തുമ്പോഴായിരിക്കും. സംസാരം എപ്പോഴും നമ്മൾ പറയുന്ന ഐസിങ് ഓൺ ദ കേക്കാണ്. സംസാരം വന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഫൗണ്ടേഷണൽ സ്കില്ല് മിസ്സായിട്ടുണ്ടാവും. അതൊരു പ്രൊഫഷണൽ നോക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ആസ് ഏർലി എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് 1 ഇയറിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പല സിംറ്റംസ് ഉണ്ട്. കൈ ചൂണ്ടിക്കാണിക്കുക, സാധനങ്ങൾ വേണമെന്ന് ചൂണ്ടിക്കാണിച്ച് പറയുക, നമുക്ക് ഐ കോൺടാക്റ്റ് തരിക, സോഷ്യൽ സ്മൈൽ തരിക, ഇങ്ങനത്തെ കുറേ ആസ്പെക്ട്സ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ മിസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് മാത്രമാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കോമ്പിനേഷൻ ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കേണ്ടി വരും. ബട്ട് ഡെഫിനറ്റ്ലി 1 to 1.5 ഇയേഴ്സിലും ലാംഗ്വേജ്
ലാംഗ്വേജ് സ്കിൽസ് വരുന്നില്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു, ആൾക്കാരോട് ഇടപെടാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു, പേടികൾ കാണിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പതുക്കെ ഇവാലുവേഷൻസിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഗർഭാവസ്ഥയിലുള്ള ഒരുപാട് സ്കാനുകളുണ്ടല്ലോ. ഇപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ പലതും കണ്ടുപിടിക്കാം, കൊച്ചിൻ്റെ ഡിഫോമിറ്റീസ് പലതും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം പലപ്പോഴും ടെർമിനേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് പ്രഗ്നൻസീസ്. അപ്പോൾ ഓട്ടിസത്തിന് നമുക്ക് ഏതെങ്കിലും തരം സ്കാൻസിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും? നോ, ഐ എം സോറി, ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സയൻറ്റിഫിക്കായിട്ട് ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. സ്കാൻസിൽ കൂടെ വി കാൺ റെക്കഗ്നൈസ്. ഇത് ഡെവലപ്മെൻറ്റിൽ വരുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് കയറുന്നത്. സം ചിൽഡ്രൻ ഹാവ് ഫ്ലാപ്പിംഗ് ഓഫ് ഹാൻഡ്സ് ഒക്കെ ഏർലി ഏജിൽ. അത് പക്ഷേ പേരൻസ് കുഞ്ഞുങ്ങൾ കളിക്കുവാന്ന രീതിയിലാണ് മിസ് ഔട്ട് ചെയ്യുന്നത്. അതൊക്കെ ചെറിയ ചെറിയ സൈൻസ് കാണാറുണ്ട് ഇനീഷ്യലി. പക്ഷെ അത് മിസ് ഔട്ട് ചെയ്ത് പിന്നെ അത് ശരിക്കും ഒരു റിഗ്രഷൻ ഫേസിലോട്ട് വരും. ഈ പറഞ്ഞ പോലെ 1.5 years to 2 years നല്ലൊരു റിഗ്രഷൻ ഫേസിൽ വരുമ്പോഴാണ് അവിടാണ് ഉണ്ടായിരുന്ന സ്കിൽസ് കാണുന്നില്ല പേരൻസ്. അപ്പോഴാണ് അവർ നോട്ടീസ് ചെയ്യുന്നത് ദർ ഇസ് സംതിങ് റോങ് വിത്ത് മൈ ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ്. അതുവരെ അവരത് റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഈ ഓട്ടിസം ഇപ്പോൾ സ്കാനിൽ അറിയാൻ പറ്റത്തില്ല, പക്ഷേ എത്രത്തോളം പാരമ്പര്യ ഘടകങ്ങൾ ഓട്ടിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്? അതായത് കുടുംബത്തിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ പിന്നീട് ആ കുടുംബത്തിൽ അത് ആരുടെ ആയിക്കോട്ടെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? റീസെൻറ്റ് റിസർച്ചസ് പറയുന്നത് ജനറ്റിക് മ്യൂട്ടേഷൻസ് ഡെഫിനറ്റ്ലി കുട്ടികളിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് പേരൻസിലോ നമുക്കറിയില്ല. ഒരു 2 തലമുറയ്ക്ക് അപ്പുറം എന്തായിരുന്നു നമ്മുടെ ഫാമിലി ഹിസ്റ്ററി എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയില്ല. അല്ലെ നമ്മുടെ കസിൻസിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കണക്ഷൻ ഇല്ല. സോ അവിടുന്ന് എവിടുന്നെങ്കിലും മ്യൂട്ടേഷൻസ് വന്ന് കാണാം. അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൽ കാണുന്ന ചെറിയ സെൻസറി ബിഹേവിയേഴ്സ് ഉണ്ടാവും, പക്ഷെ ഒരു ഓട്ടിസം ക്രൈറ്റീരിയ മുഴുവൻ പാലിച്ചു വരില്ല. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻസ് വന്ന് കുട്ടിയിൽ ബ്രെയിൻ വയറിങ്ങിൽ വ്യത്യാസം വരും. ആ വയറിംഗ് വ്യത്യാസം വരുമ്പോൾ ഡെഫിനറ്റ്ലി ജനറ്റിക് ഇൻഫ്ലുവൻസും ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാറുമുണ്ട്. അതുപോലെ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം, ട്രംപ് പറഞ്ഞു അവിടെ നമ്മൾ പ്രഗ്നൻസി സമയത്ത് കഴിക്കുന്ന മരുന്നുകൾ, അവിടുത്തെ പാരസെറ്റമോൾ, നമ്മുടെ പാരസെറ്റമോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടിസം വരാം. അതുപോലെ തന്നെ പലപ്പോഴും പറയുന്നതാണ് അപ്പനും അമ്മയും കഴിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് അമ്മ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഓട്ടിസം വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെയുണ്ടോ? അത് ഇതുവരെ പ്രൂവൺ അല്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് മെഡിസിൻസ് എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഇഫ് ദ മദർ ഇസ് ടു ഇൽ ഷീ ഹാസ് ടു ടേക്ക് ദ മെഡിസിൻ ടു കണ്ടിന്യൂ ദ ബർത്ത്. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണേൽ ഷീ ഹാസ് ടു ടേക്ക് ദ മെഡിസിൻസ്. അന്നേരം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അത് കൊച്ചിനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എടുക്കാതിരുന്നാൽ ദാറ്റ് ക്യാൻ ഈവൻ വേഴ്സൺ ദ ചൈൽഡ് സിറ്റുവേഷൻ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ്, ദാറ്റ് ഇസ് നോട്ട് ട്രൂ ആക്ച്വലി, ബട്ട് ഇതുവരെ അത് പ്രൂവൺ അല്ലാത്തതുകൊണ്ട് വി കാണ്ട് ഈവൻ സേ എനിത്തിങ്. ഈ ഒരു ട്രൂ ആണോ ഫോൾസ് ആണോ, ഇറ്റ്സ് ആസ് ഓഫ് നൗ നത്തിങ് ഇസ് പ്രൂവ്ഡ്. സോ ഇത് ഇല്ലാന്നേ ഇപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. മെഡിസിൻ ഡസൻറ്റ് ഇമ്പാക്ട് മദറിൻ്റെ ഹെൽത്തിൽ ഇഷ്യൂസ് ലൈക്ക് മദർ ഇഫ് ഇറ്റ്സ് അണ്ടർ ദ സ്ട്രെസ് ദാറ്റ് ക്യാൻ ഇമ്പാക്ട് ദ ചൈൽഡ്. മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഓട്ടിസം വരുന്നത് ഇതുവരെ പ്രൂവൺ അല്ല. അമ്മയ്ക്ക് ഗർഭസമയത്ത് സ്ട്രെസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഓട്ടിസം വരാൻ സാധ്യതയുണ്ടോ? ഓട്ടിസം എന്നല്ല, ഇറ്റ് ക്യാൻ ഹാപ്പൻ, എനി കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ക്യാൻ ഹാപ്പൻ because mother is too stressed, so that can impact the child's development in utero itself. അപ്പം ഓട്ടിസം എന്നല്ല, എനിത്തിങ്, എന്തും. ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ, ഇറ്റ് ക്യാൻ ബി ബിഹേവിയറൽ, ഇറ്റ് ക്യാൻ ബി ഡെവലപ്മെൻറ്റ്. ഏത് ഏരിയയിൽ വേണമെങ്കിലും ആ സ്ട്രെസ്സിനെ എഫക്റ്റ് ചെയ്യാം. ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പം കുഞ്ഞാവുന്നതിന് ജനിക്കുന്നതിന് വളരെ മുന്നേ തന്നെ അമ്മയായി ബിഹേവ് ചെയ്ത് തുടങ്ങണം ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്നുള്ളതാണ്. അമ്മ മാത്രമല്ല, ദി എൻറ്റയർ ഫാമിലി ഹാസ് ടു സപ്പോർട്ട് ദ മദേഴ്സ്. പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, പ്രസവ സമയം സന്തോഷത്തിൻ്റെ സമയമായിരിക്കണം, അമ്മമാർ സന്തോഷത്തോടെ ഇരിക്കണം, പാട്ടുകൾ കേൾക്കണം, അങ്ങനത്തെ കാരണം 5th month പ്രഗ്നൻസിയുടെ ആ 5th month തൊട്ട് കുഞ്ഞിൻ്റെ ഹിയറിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. സോ അപ്പോൾ തൊട്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ദ ചൈൽഡ് ഇസ് ബോൺ നമ്മൾ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യും, ബിക്കോസ് ദ ചൈൽഡ് ഹാസ് ദി എബിലിറ്റി ടു ഹിയർ. സോ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി പീരീഡിലെല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. പാട്ട് കേൾക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ഈ ഓട്ടിസം എന്ന് പറയുന്നത് ന്യൂറോ അല്ലേ, അത് ഫങ്ഷൻ പ്രോപ്പർ ആവാതെ വരുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പം ഇത് എനിക്ക് അടുത്തറിയാവുന്ന ഒരാൾ ചെയ്തതാണ്. കുഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് പാട്ട് കേൾക്കുക, പലതരം ഇത് കൊച്ചിനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തോ തരം പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തോ തരം അത്തരം വോയിസുകൾ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മ്യൂസിക് ഹാസ് എ ഗുഡ് ഇമ്പാക്റ്റ് ഓൺ എ ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ്, ബട്ട് ഹൗ മച്ച് അല്ലെ അത് ഏറ്റവും നല്ല സോഴ്സ് ആണെന്നുള്ളത് പറയാനും പറ്റത്തില്ല. ഡെഫിനറ്റ്ലി മ്യൂസിക് ഒരു സൂതിങ്, ബിക്കോസ് വെൻ യു ആർ ഹിയറിംഗ് മ്യൂസിക്, നമുക്ക് ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് മ്യൂസിക് ഹിയർ ചെയ്യുമ്പോൾ യു ആർ റിലാക്സ്ഡ്.
So that actually helps the baby also. So I think that is fine in a way. But എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ സ്കിൽസ് അവിടെ ഡെവലപ്പ് ആവും, അല്ലെ ഏറ്റവും 100% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവും എന്നുള്ളത് വി ഡോണ്ട് നോ. എക്സസ് ഓഫ് എനിത്തിങ് ഇസ് ബാഡ്. അതുപോലെ തന്നെ ഒരു കാര്യം കൊണ്ട് മാത്രം ബ്രെയിൻ ഡെവലപ്മെൻറ്റും വരില്ല. പല ആസ്പെക്ട്സ് നമുക്കവിടെ നോക്കണം. നല്ല ഫുഡ് കഴിക്കുന്നത്, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്, മ്യൂസിക് കേൾക്കുന്നത്, അതുപോലെ പല കാര്യം, എക്സസൈസസ് ബോഡിയിൽ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും, നോട്ട് ജസ്റ്റ് മ്യൂസിക്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ അമ്മയ്ക്ക് ചെയ്യാം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, മനസ്സിന് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. എക്സസൈസസ് പറ്റാവുന്നിടത്തോളം ചെയ്യുക. ബട്ട് ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം. അതുപോലെ നല്ല ആഹാരം കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. ജങ്ക് ഫുഡ്സൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് പറയും. പക്ഷേ ക്രേവിങ്സ് വരും. ബട്ട് പണ്ടൊക്കെ ഒരു മസാല ദോശയിൽ തീരുമായിരുന്നു, ഇറ്റ് വാസ് സേഫ്, നത്തിങ് ജങ്ക് വി കുഡ് സേ. പക്ഷേ ഇപ്പോഴത്തെ പേരൻസിൻ്റെ ഇൻട്രസ്റ്റിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. ബട്ട് പ്രിഫറബിളി നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഓർത്തെങ്കിലും നമ്മൾ ഹെൽത്തി ഫുഡിലേക്ക് മാറണം ആ ഒരു ടൈം പീരീഡ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സോഷ്യലി ഓക്വേർഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഓട്ടിസ്റ്റിക് ആണോ? നോട്ട് നെസസറിലി. അഗൈൻ ഈ ക്ലബ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് വന്നാലേ നമ്മൾ ഓട്ടിസം ആണെന്ന് പറയത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് വൺ സൈൻ ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് വി വിൽ എവർ ഡയഗ്നോസ് ദം ആസ് ഓട്ടിസ്റ്റിക്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് ശരിയാണോ? നോ, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ബിക്കോസ് അത് നമ്മളെപ്പോലുള്ള ഹ്യൂമൻ ലൈക്ക് ശരിക്കും നോർമൽ ബോഡിയാണ് അവർക്കുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് വേറെ അസുഖങ്ങൾ വരാൻ ചാൻസസ് ഇല്ലെന്നുമല്ല. ലൈക്ക് ദേ ക്യാൻ ഹാവ് എപ്പിലെപ്സി, സീഷേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി വരാൻ ചാൻസസ് ഉണ്ട്. സോ ദാറ്റ് ദോസ് ആർ പോസിബിലിറ്റീസ്. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഇതെല്ലാം കാണണം എന്നില്ല. ദാറ്റ് ഇസ് ഓക്കെ. ഇനി ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു കുട്ടിക്ക് വന്നു കഴിയുമ്പോൾ സോ ദി എൻറ്റയർ ആ ഒരു ഫാമിലി ചുറ്റുമുള്ളവരടക്കം ഇതിലൊരു വലിയ മാറ്റം വരികയാണ്. കാരണം നമ്മൾ നോർമലായി എല്ലാ കാര്യങ്ങളും പോകുമ്പോൾ എല്ലാവരും ഒരുപോലെ പോകുമ്പോൾ സോ ഇപ്പോഴും ഡിസ്കഷൻസ് ഉണ്ട്, ഓട്ടിസം ആണോ നോർമൽ, നമ്മളാണോ നോർമൽ എന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിച്ച് ഇസ് നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വെൻ സംതിങ് ഇസ് ഡിഫറെൻറ്റ് എവറിത്തിങ് ചേഞ്ചസ് അല്ലേ. അപ്പോൾ സോ എല്ലാം ഒരുപോലെ ആക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഓട്ടിസത്തിന് ശരിക്കൊരു ക്യൂർ ഉണ്ടോ? ഓട്ടിസത്തിന് ക്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓട്ടിസത്തിന് ക്യൂർ ഇതുവരെയും വേൾഡ് റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ആ സിംറ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏർലി ഇൻ്റർവെൻഷനും തെറപ്പീസും കൊടുക്കുന്നത്. ആ സിംറ്റംസ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ഇവരുടെ ഡെവലപ്മെൻറ്റൽ സ്കിൽസിനെ അഡ്രസ്സ് ചെയ്യണം. ലൈക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, സെൻസറി ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കാം, അക്കാഡമിക് സ്കിൽസിന് സപ്പോർട്ട് വേണ്ടി വരും. അങ്ങനെ അവരുടെ പ്രായം അനുസരിച്ച് അവരുടെ ഇഷ്യൂസിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് വേണ്ടുന്ന തെറപ്പീസ് നമുക്ക് കൊടുത്ത് സ്കിൽസിനെ ഇംപ്രൂവൈസ് ചെയ്യണം. അപ്പോൾ ഈ തെറപ്പി നമ്മൾ ഓരോ അസുഖം ഓരോ സമയത്താണല്ലോ. നമ്മൾ അസുഖം കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ചിലത് നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ, കുഞ്ഞു പനിക്ക് നമ്മൾ പോകത്തില്ല, നമ്മൾ പനി കൂടുമ്പോഴാണ് പോവാറ്. അങ്ങനെ എന്ത് നമ്മൾ അങ്ങനെ പോകും. പക്ഷേ അതൊരു ക്യാൻസറിൻ്റെ ഒക്കെയാണ് നമ്മൾ അപ്പം തന്നെ പിറ്റേ ദിവസം നമുക്ക് പറ്റുമെങ്കിൽ സർജറി, കീമോ, റേഡിയേഷൻ അങ്ങനെ തുടങ്ങും. സോ ഓട്ടിസം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അങ്ങനെ ഉണ്ടോ? യെസ്, അത് അറ്റ് ദി ഏർലിയസ്റ്റ് കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞ പോലെ സെൻസറി ഇഷ്യൂസ് ആയിരിക്കും ഹൈ ആയിട്ട് നിൽക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് സെൻസറി സിസ്റ്റമാണ്. അത് കഴിഞ്ഞിട്ട് മോട്ടോർ സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് കോഗ്നിറ്റീവ് സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് സ്പീച്ച് സിസ്റ്റം ഡെവലപ്പാണ്. സോ ഈ സെൻസറി സിസ്റ്റം റെഗുലേറ്റ് ആയില്ലെങ്കിൽ ദ ചൈൽഡ് കനോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. സോ ആ റെഗുലേഷൻ കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ഓക്യുപ്പേഷണൽ തെറാപ്പി. സെൻസറി ഇഷ്യൂസിന് ഓക്യുപ്പേഷണൽ തെറാപ്പി അഡ്രസ്സ് ചെയ്താലേ ശരിയാകത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഹൗ ദ പ്രോട്ടോക്കോൾ ഇസ്. തെറാപ്പി അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ കൊടുക്കണം. ഒക്യുപ്പേഷണൽ തെറാപ്പി ഒരുപാട് വായിച്ചിട്ടുള്ളൊരു വാക്കാണ്. അപ്പം ശരിക്കും എന്താണ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുമ്പോൾ? ഓക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് സയൻസ് വേർ യു ആർ മേക്കിംഗ് ദറ്റ് പേഴ്സൺ ഇൻഡിപെൻഡൻറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ആ വ്യക്തിയുടെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അത് എല്ലാ ഏജ് ഗ്രൂപ്പിലുമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻ പീഡിയാട്രിക്സ്, ഇറ്റ്സ് ഇൻ അഡൾട്ട്സ്, മെൻറ്റൽ ഹെൽത്ത്, എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്യും. സോ ആ ആസ്പെക്റ്റിൽ എവിടെ ഒരു വ്യക്തിക്ക് ഉള്ള ഡിഫിക്കൽട്ടി അല്ലെ വ്യക്തിയുടെ സ്കിൽസ് എവിടെ ഉള്ളത് അത് വെച്ച് ഹൗ മച്ച് ദറ്റ് പേഴ്സൺ ക്യാൻ ബി ഇൻഡിപെൻഡൻറ്റ് ടു സർവൈവ് എന്നുള്ളതാണ് ഓക്യുപ്പേഷണൽ തെറാപ്പി ചെയ്യുന്നത്. ഇപ്പം 2 വയസ്സുള്ളൊരു കുട്ടിക്ക് ഓട്ടിസം കണ്ടുപിടിച്ചു, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി അപ്പം തന്നെ ചികിത്സയ്ക്ക് വന്നു. ഓക്കെ, അപ്പോൾ 2 വയസ്സുള്ള കുട്ടിക്ക് ഓട്ടിസം കണ്ടുപിടിക്കുന്നു, ഉടനെ തെറപ്പി ആരംഭിക്കുന്നു. ഒരു 8 വയസ്സുള്ള കുട്ടി
ഓട്ടിസം ഉണ്ടെന്ന് അറിയാമായിരുന്നു. അപ്പോഴാണ് തെറപ്പിയെക്കുറിച്ച് അവർ അറിയുന്നത്. അവർ തെറപ്പിക്ക് വരുന്നു. ഈ 2 പേരും തമ്മിലുള്ള ഔട്ട്കമ്മിന്, തെറപ്പി കഴിയുമ്പോൾ ഔട്ട്കമ്മിന് വ്യത്യാസമുണ്ടാവുമോ? ഉണ്ടെങ്കിൽ എത്രത്തോളം? ഇപ്പം നമ്മൾ പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരു ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റ് പീരീഡ് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ഒരു 3 to 5 years എന്ന് പറയുന്നത് ബ്രെയിൻ കുഴഞ്ഞിരിക്കുന്ന പരുവാന്ന് പറയും. ഇപ്പോൾ ഒരു പോട്ടറിൻ്റെ കയ്യിലെ മണ്ണ് പോലെയാണ്. നമുക്ക് പെട്ടെന്ന് അതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. വൺസ് ഇത് ഉറച്ചു കഴിഞ്ഞാൽ ഈ കുടത്തിനെ തല്ലി പൊട്ടിച്ച് വേറൊരു രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ നല്ലപോലെ ടൈം എടുക്കും. സെയിം വേ എത്ര നേരത്തെ നമുക്ക് ബ്രെയിനിനെ വർക്ക് ചെയ്ത് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നോ നമുക്ക് കുട്ടികളിൽ ചേഞ്ചസ് വളരെ നന്നായി വരുത്താൻ പറ്റും, കറക്റ്റായിട്ടുള്ള തെറപ്പി പ്രോട്ടോക്കോൾ ഫോളോ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷേ ലേറ്റർ ആകും തോറും കുഞ്ഞിൻ്റെ ബിഹേവിയേഴ്സ് സ്റ്റബേൺ ആവും, കമ്മ്യൂണിക്കേഷൻ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും, മറ്റ് പ്രശ്നങ്ങളെല്ലാം അഡീഷണലായി വന്നുകൊണ്ടിരിക്കും. 2 വയസ്സിൽ നമുക്കുള്ള ഗ്യാപ്പ് ആയിരിക്കില്ല 8 വയസ്സ് വരുമ്പോഴത്തേക്ക് ഓരോ ഡെവലപ്മെൻറ്റിലും ഉണ്ടാകുന്ന ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് അഡ്രസ്സ് ചെയ്ത് പോകേണ്ട ഏരിയാസ് അധികമായിട്ട് വരും. അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് കാര്യം സാധിച്ചെടുക്കാൻ കുട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട നീഡ് അവിടെ വരുന്നില്ല. ഞാനൊന്ന് മൂളിയാൽ എനിക്ക് സാധനം കിട്ടും, അല്ലെങ്കിൽ ഞാനൊന്ന് കരഞ്ഞാൽ ഉടനെ എനിക്ക് എടുത്തു തരാൻ ആൾക്കാരുണ്ട്, പിന്നെ ഞാൻ എന്തിനാ വർത്താനം പറയുന്നത്? ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 20 times അല്ലെങ്കിൽ 30 times എഫേർട്ട് എടുക്കേണ്ടി വരും ലേറ്റർ ഇൻ്റർവെൻഷൻ പോകുമ്പോൾ. ഇപ്പോൾ മാം പറഞ്ഞതിൽ ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. കറക്റ്റായിട്ടുള്ള ഒരു തെറപ്പി എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതെന്താ, എല്ലാ തെറപ്പി ഒരുപോലെ അല്ലേ? അതിൻ്റെ എല്ലാ പ്രൊസീജിയറും ഒന്നല്ലേ? എല്ലാവരും ഒരുപോലെ അല്ലേ? അല്ല, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എല്ലാ കുട്ടികളിലും ഡിഫറെൻറ്റ്, ഇതൊരു ഡൈവേഴ്സ്ഡ് ഫീൽഡാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. അതുകൊണ്ട് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ A-B-C കുട്ടികൾ ഓട്ടിസം ഡയഗ്നോസിസ് ആയിട്ട് വന്നാൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ഓഫ് ദം. എന്നാൽ സിമിലർ കാര്യങ്ങളിലും പോകുന്ന ഒരു ഏരിയയും വരാറുണ്ട്. ഇറ്റ് നീഡ് നോട്ട് ബി ദ സെയിം ഫോർ ഓൾ കിഡ്. ഇപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് പഠിക്കുമെന്നെങ്കിൽ ആ കുട്ടിക്ക് മറ്റ് B കുട്ടിയുടെ കൂട്ട് അത്രയും നേരം നമ്മൾ ഇൻറ്റൻസീവായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കമ്പാരിസൺ വരാറുണ്ട് ബൈ പേരൻസ്. ലൈക്ക് ആ കുട്ടിക്ക് ഇത് ചെയ്യുന്നുണ്ട്, എൻ്റെ കുട്ടിക്ക് എന്നെ ഇത് ചെയ്യാത്തത്. അത് നമ്മുടെ കുട്ടിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഇത് കുട്ടി, ഞാൻ തെറപ്പി കൊടുക്കുന്നവരെ കുറിച്ച് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ എല്ലാവരും, ഇപ്പം മാം തെറപ്പി കൊടുക്കുന്നു, വേറൊരു സെൻറ്ററിലുള്ള ഒരാളും ഇതേ തെറപ്പി ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ കൊടുക്കുന്നത്? അതായത് ഇപ്പം A-B-C-D എന്ന് പറയുന്ന 4 തെറപ്പി സെൻറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ എയിലോ ബിയിലോ സിയിലോ ഡിയിലോ ചെന്ന ഒരേ പ്രൊസീജിയർ അല്ലേ അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നോട്ട് നെസസറിലി, ഇറ്റ് ഡിപ്പെൻസ്. അഗെയിൻ അവരുടെ അടുത്ത് വരുന്ന കുട്ടി ആകണമെന്നില്ല. അവരുടെ അടുത്ത് വരുന്ന കുട്ടി പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ആ കുട്ടി ആ സെൻറ്ററിൽ പോയിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ദ പ്രസൻറ്റേഷൻ ഇസ് ഡിഫറെൻറ്റ്. So we might address it differently. That can be You're getting an altered kid. Yes. Oh, okay. So there our presentation will be different. Okay. So ആ കുട്ടി ആ സെൻറ്ററിൽ പോയിട്ട് ഹൗ ഇസ് ദ ചൈൽഡ് പ്രസൻറ്റഡ് അറ്റ് ദ ടൈം, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും തെറപ്പി പ്രോട്ടോക്കോൾ. അപ്പോൾ അതൊരു, ഞാനിപ്പോഴത് ചിന്തിച്ചേ, ഓൾറെഡി കുറച്ച് മാറ്റങ്ങൾ വന്ന ഒരാളെയാണ് പിന്നീട് കിട്ടുന്നത്. അപ്പം നമ്മൾ പിന്നീടുള്ള സിംറ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ചെയ്താൽ മതി. ചിലപ്പോൾ പ്രോഗ്രസ് ആയിട്ട് വരുന്ന കുട്ടികളായിരിക്കും, ഇല്ലെങ്കിൽ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ആ പോയിന്റിൽ കുട്ടിയുടെ അവസ്ഥ എന്താണ് അതിനനുസരിച്ച് നമുക്ക് തെറപ്പി ഡിസൈൻ ചെയ്യാം. അപ്പോൾ സ്പെസിഫിക്കലി ക്വാളിഫൈഡ് ആൻഡ് ലൈസൻസ്ഡ് ആയിട്ടുള്ള തെറപ്പിസ്റ്റ് വേണം. ഇപ്പോൾ സ്പീച്ച് തെറപ്പിസ്റ്റ് ആണെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള കോളേജസിൽ നിന്ന് പഠിച്ചിറങ്ങി RCI ലൈസൻസ് ഉള്ള ഒരു ഹോൾഡർ ആയിരിക്കും സ്പീച്ച് തെറപ്പി എടുക്കുക. അപ്പോൾ സ്പെസിഫിക്കലി, അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ആണെങ്കിൽ IOTA ലൈസൻസ് ഉള്ള ഒരു ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ആയിരിക്കും. സോ ഏത് തെറപ്പി സെൻറ്ററിൽ ചെന്നാലും അവിടെ നമ്മൾ തെറപ്പിസ്റ്റിൻ്റെ പേരും അവരുടെ ക്വാളിഫിക്കേഷൻസും എൻക്വയർ ചെയ്യണം. ലൈസൻസ്ഡ് ആണോ എന്നുള്ളത് എൻക്വയർ ചെയ്യണം. കറക്റ്റ് ആളുടെ അടുത്താണ് നമ്മൾ തെറപ്പി എടുക്കുന്നത്. അത് സൈക്കോളജി ആട്ടെ, ബിഹേവിയർ തെറപ്പി ആട്ടെ, ഏത് പ്രൊഫഷനിലാണെങ്കിലും പേരൻസ് മസ്റ്റായിട്ടും തെറപ്പിസ്റ്റിൻ്റെ ലൈസൻസ് ഹോൾഡർ ആണോ, കറക്റ്റ് ആണോ എന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് മാത്രം തെറപ്പി കണ്ടിന്യൂ ചെയ്യാം. ഈ വലിയ ഹോസ്പിറ്റൽസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അവർ നമ്മൾ എഴുതി വെക്കുമല്ലോ, MD-DM എന്നൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ FRCS ഇതെല്ലാം ഉണ്ട്. സോ തെറപ്പിസ്റ്റ് വന്ന് ഒരു തെറപ്പിസ്റ്റ് ആയി കഴിയുമ്പോൾ സോ വി ഹാവ് ടു ആസ്ക് അല്ലേ? ഓക്യുപേഷണൽ തെറാപ്പിയിൽ ഞങ്ങളുടെ കേരള അസോസിയേഷനിൽ നമ്മുടെ വ്യക്തി, ഇപ്പം ഒരു തെറാപ്പിസ്റ്റ്, ഇപ്പം മേരി ഫിലിപ്പ് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ വേർ ഇസ് ഷീ വർക്കിംഗ്, വേർ ഇസ്. സോ ദാറ്റ് ഇസ്, അതുകൊണ്ട് അതൊരു പബ്ലിക് ഡൊമെയിനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ക്ലയൻസിന് പബ്ലിക്കിന് വന്നിട്ട് സെർച്ച് ചെയ്യാം. സോ വി ഹാവ് ടു സെർച്ച് ഇൻ ദോസ് സൈറ്റ്സ്. RCIയിലും അങ്ങനെ ഉണ്ട്. RCIയിൽ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാം. സോ അങ്ങനെ ഒരു എൻക്വയറി ചെയ്യുന്നത് സെൻറ്ററിനെ പറ്റി മാത്രം എൻക്വയറി ചെയ്യാതെ പ്രൊഫഷണലെ എൻക്വയറി ചെയ്യുന്നതും ആരാണ് നമ്മുടെ കുഞ്ഞിനെ നോക്കുന്നത് എന്നുള്ളൊരു കാര്യം. The parent has full freedom to inquire.
ഇപ്പോൾ തെറപ്പി നമ്മൾ തുടങ്ങാമെന്ന് വിചാരിക്കുക. അപ്പം എത്ര നാൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് ആഴ്ചയിൽ എത്ര തെറപ്പിയൊക്കെ വേണ്ടി വരാറുണ്ട്? അഗെയിൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻസിറ്റി സിവിയറിറ്റി ആണ്. ഇപ്പം ചില കുട്ടികൾക്ക് 5 ദിവസം വേണ്ടി വരും, ചില കുട്ടികൾക്ക് 3 ദിവസം മതി. പക്ഷേ 3 ദിവസം വേണ്ടിയ കുട്ടിക്ക് 5 ദിവസം കൊടുക്കുമ്പോൾ ദ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് ഓവർ സ്റ്റിമുലേറ്റഡ്. ഓക്കെ, 2 ദിവസം വേണ്ടിയ കുട്ടികൾക്ക് 5 ദിവസം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 6 ദിവസം കൊടുക്കുമ്പോൾ ദ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് ഓവർ സ്റ്റിമുലേറ്റഡ്. സോ സ്റ്റിമുലേഷൻ കൺസിസ്റ്റൻ്റ് ആൻഡ് ലെസ് ആയിട്ട് പോകുന്നതാണ് ബെറ്റർ. ഓവറായിട്ട് പോകല്, എനിത്തിങ് ഇൻ ഓവർ ഇസ് ബാഡ് ഫോർ ദ ഹെൽത്ത്. നമ്മളൊരു അസുഖത്തിന് മരുന്ന് കഴിക്കുമ്പോൾ നമുക്കറിയാം പനി മാറാൻ പാരസറ്റമോൾ കഴിക്കണം. ജസ്റ്റ് ബിക്കോസ് 5 ദിവസം കഴിക്കാൻ തന്ന മരുന്ന് 2 ദിവസം കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ദോഷഫലങ്ങളുണ്ടാവും. നമ്മുടെ ബോഡി സിസ്റ്റം വിൽ റിയാക്ട് ടു ഇറ്റ്. സോ തെറപ്പി ഈസ് ഗുഡ്, പക്ഷേ എനിത്തിങ് ബിയോണ്ട് എ ലിമിറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഔട്ട്പുട്ട്, ഐ മീൻ ബാഡ് ഔട്ട്കം. പനി വരാതിരിക്കാൻ പാരസറ്റമോൾ കഴിക്കുന്നത് ദാറ്റ്സ് എക്സാക്ട്ലി ദാറ്റ്. ഞാൻ അതിന് സിമിലർ ആയിട്ടുള്ളൊരു കാര്യം ചോദിക്കട്ടെ. തെറപ്പി എടുക്കുന്നവരുണ്ട്, തെറപ്പി എടുക്കാത്തവരുണ്ട്. തെറപ്പി എടുക്കുന്ന എയും തെറപ്പി എടുക്കാത്ത ബിയും തമ്മിൽ പ്രകടമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഉണ്ട്. യെസ്, തെറാപ്പി എടുത്ത കുട്ടി ഇച്ചിരൂടെ റെഗുലേറ്റഡ് ആണ്. റെഗുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിവിടെ ഇരിക്കുക, യു ആർ ഹാവിങ് ഡിഫറെൻറ്റ് ലൈറ്റ് സൗണ്ട്സ്, നമുക്ക് എന്നാലും വി ആർ ഏബിൾ ടു പേ അറ്റൻഷൻ. ഒരു തെറാപ്പി എടുക്കുന്നതുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ അങ്ങനെ റെഗുലേറ്റ് ചെയ്യുക. സോ ഇത്രയും സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിലും വി ആർ സ്റ്റിൽ ഏബിൾ ടു മെയിൻറ്റെയിൻ അവർ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ. ദാറ്റ് ഈസ് വാട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് തെറാപ്പീസ്. പക്ഷേ തെറാപ്പി എടുക്കാത്ത കുട്ടിയെ ഒരിക്കലും ആ ലെവലിലോട്ട് എത്തത്തില്ല. സോ തെറാപ്പി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ചൈൽഡ് ഓർ എ വ്യക്തി ഹു ഹാസ് എ ഡയഗ്നോസിസ്. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മൾ മാറ്റരുത്. ഈ വീട്ടിൽ താമസിക്കുന്നു, ആ വീട്, ആ ആളുകൾ, ആ സിറ്റുവേഷൻ, അതിൽ നിന്ന് ഒരിക്കലും അയാളെ ചേഞ്ച് ചെയ്യരുത്. അങ്ങനെയുണ്ടോ? നിർബന്ധമില്ല. ബിക്കോസ് നമ്മൾ താമസിക്കുന്ന ലോകം ഒരുപാട് ചേഞ്ചസ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിലേക്ക് ക്രമേണ ട്രാൻസിഷൻ വരുന്ന രീതിയിലുള്ള ബിഹേവിയർ തെറപ്പീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടുവരും ആസ് ആൻഡ് വെൻ ദേ ആർ അഡ്വാൻസിങ് ഇൻ ദർ ഏജ്. ഓക്കെ, സോ അത് റെഗുലർ പീരീഡ് അനുസരിച്ച്, പ്രായം അനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ആ റെസ്ട്രിക്റ്റഡ് പാറ്റേണിൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് വേണം, ഒരു റുട്ടീൻ വേണം. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് അവർക്ക് ഫ്ലെക്സിബിലിറ്റി പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓട്ടിസം എപ്പോഴും ബൈ ബർത്ത് ആണോ, അതോ അത് കഴിഞ്ഞ് പിന്നീട് ഒരാൾ ഓട്ടിസ്റ്റിക്കായി മാറും, അങ്ങനെയുണ്ടോ? യൂഷ്വലി ബൈ ബർത്ത് ആണ്, പക്ഷേ ഒരു റിഗ്രഷൻ പീരിയഡ് കാണാറുണ്ട്. അതാ നമ്മൾ പറഞ്ഞ 1.5 years to 2 years പീരിയഡ്. ആ റിഗ്രഷൻ പീരിയഡിലാണ് എവിഡൻ്റ് ആയിട്ട് കാണാറുള്ളത്. സോ അതുവരെ ആ ഒരു ഫേസിൽ കാണുന്നതാണ് നമ്മൾ പറയുന്നത് ഓട്ടിസമാണെന്ന്. ഒരു 20 years ആയിട്ട് ഐ കനോട്ട് സേ യു ഹാവ് ഓട്ടിസം. ഓക്കെ, ബിക്കോസ് അതിൽ നേരത്തെ വല്ല ബാക്കിൽ പോയിട്ട് നമ്മൾ ആ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചെങ്കിൽ വി വിൽ സേ. പക്ഷേ അന്നേരം ആക്ച്വലി ഡയഗ്നോസിസ് ചെയ്യാറ്. നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സട്ടിൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അത് ഇപ്പോൾ അച്ഛൻ താമസിച്ചാൽ സംസാരിച്ചത്, അല്ലെ കുട്ടിയുടെ അമ്മ താമസിച്ചാൽ സംസാരിച്ചതെന്ന് പറഞ്ഞ് ചിലപ്പോൾ മാസ്ക് ചെയ്ത് പോയിട്ടുണ്ടാകും. പല ഓട്ടിസം ഫീച്ചേഴ്സും മാസ്ക് ചെയ്ത് പോകാറുണ്ട്. അത് മൈൽഡായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കാം. പക്ഷേ മുന്നോട്ടൊരു സോഷ്യൽ ലൈഫ് ഫേസ് ചെയ്യുമ്പോൾ, ഒരു ജോലിക്ക് കയറുമ്പോൾ, ഫാമിലി ലൈഫിൽ കയറുമ്പോൾ ഈ പറയുന്ന ട്രൈറ്റ്സ് അവിടെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വളരെ മൈൽഡായിട്ടേ ഉണ്ടാവുള്ളൂ. മൈറ്റ് ഹാവ്, നോട്ട് ഇൻ ഓൾ കേസസ്, ഡെഫിനറ്റ്ലി. ഇപ്പം ഓട്ടിസവും ADHDയും പലപ്പോഴും നമ്മളൊരു തിൻ ലൈനാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് പറയാറുണ്ട് പിള്ളേരായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ADHD ഉള്ളൊരു കുട്ടിയും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയും തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അത് ആ ടേംസിൽ തന്നെ ഉണ്ട്. ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്റ്റീവ്. ഓക്കെ, ഓട്ടിസം ഉള്ള കുട്ടികളിൽ റിപ്പറ്റേറ്റീവ് പാറ്റേൺസ് ആയിരിക്കും കൂടുതലും കാണുന്നത്. ADHD ഉള്ള കുട്ടികളിൽ ദേ ആർ ലേബിൾഡ് നെയിം കോൾ റെസ്പോൺസ് ഉണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ട്, ബട്ട് ദേ ആർ ഓൾവേസ് ഓൺ ദ മൂവ്. അവർ ഇച്ചിരി ഹൈപ്പറായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് എപ്പോഴും ഒരു റഫ് പ്ലേസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഒരു സാധനം പൊട്ടുന്നതൊക്കെ അവർക്കൊരു ഹരമാണ്, ഇഷ്ടമാണ്. ലൈക്ക് അത്രയും ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ ദേ ആർ എൻജോയിങ് ഓൾ ദാറ്റ്. സോ ഹൈപ്പർ ആക്റ്റീവ് ഈസ് ഡിഫറെൻറ്റ്, ADHD ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓട്ടിസം. സിമ്പിളായിട്ട് പറയുമ്പോൾ ഓട്ടിസം ഇസ് അബൌട്ട് കണക്റ്റിംഗ് വിത്ത് ദ തിങ്സ് അറൗണ്ട്. ADHD ഈസ് ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ തിങ്സ് അറൗണ്ട്. സോ കണക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. ഇപ്പോൾ കണക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ പറഞ്ഞല്ലോ. ഇപ്പം ഓട്ടിസം ഉള്ള കുട്ടി, ADHD ഉള്ള കുട്ടി. ഇതിൽ ADHD ഉള്ള കുട്ടി എന്ന് പറഞ്ഞാൽ പിരിപിരിപ്പൻ അങ്ങനത്തെ ആയിരിക്കാം. അവിടെ കയറുക, ഇവിടെ ഇറങ്ങുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഒരു രക്ഷയില്ലാത്ത പിള്ളേർ. അപ്പം പലരും പറയാറുണ്ട് വലുതാകുമ്പോൾ മാറിക്കോളും. ചിലർ പറയാറുണ്ട് ഈ കുട്ടിയെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. സത്യത്തിൽ ഇതിൽ ഏതാണ് ശരി? ADHDക്ക് നമ്മൾ ഈ കുട്ടിയെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനോ ഹെൽപ്പിനോ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ?
ഡെഫിനറ്റ്ലി ഡെവലപ്മെൻറ്റൽ സ്കിൽസിനെ ADHD ബാധിക്കുകയാണ്. ആ കുട്ടിക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. എല്ലാ കാര്യത്തിലും മെഡിസിൻസ് വേണമെന്നില്ല, ബട്ട് ചില സമയത്ത് മെഡിക്കൽ ഇൻ്റർവെൻഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ തെറപ്പീസ് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടും നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ ഹെൽപ്പോടെ ചില കേസസിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഭയങ്കര ADHD ഉള്ളൊരു കുട്ടി, ആ കുട്ടിക്കും കുട്ടിക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പം അടി കൊടുത്തിട്ട് ആണല്ലോ, അതൊക്കെയാണല്ലോ ശ്രമിക്കുക. 2 അടി കൊടുക്കുക, അനക്കമില്ല, ഒരിതുപോലെ വഴക്ക് പറയുന്നു, ഒന്നും പറ്റുന്നില്ല, കൊച്ചിങ്ങനെ തന്നെ പോകുന്നു. അപ്പോൾ തെറപ്പി എടുക്കാതെ നമ്മുടെ സ്വതസിദ്ധമായ ശിക്ഷാരീതികളിലൂടെ ഈ കുട്ടിയെ വളർത്തുന്നതിൽ നിന്നും ആ കുട്ടിക്ക് ട്രോമ ഉണ്ടാവുന്നുണ്ടോ? ആ കുട്ടി വലുതായി വരുമ്പോൾ അത് ആ കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്യും. നമ്മളെപ്പോഴും പറയുന്നത് ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് അവയർനെസ് ഇല്ലായിരുന്നു, ഇതെന്താ ചെയ്യേണ്ടത്. ഇപ്പം ഒത്തിരി അവയർനെസ് ഉണ്ട്. ഇപ്പം മീഡിയയിലൊക്കെ ഓട്ടിസം, ADHD എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അവയർനെസ് ഉള്ളതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പേരൻറ്റിന് അങ്ങനെ മാനേജബിൾ അല്ലെന്ന് ഫീൽ ചെയ്യുമ്പോൾ ടേക്ക് ഒപ്പീനിയൻ ഫ്രം പ്രൊഫഷണൽ. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുക, അത് പോയി അഡ്രസ്സ് ചെയ്യുക. സൈക്കോളജിസ്റ്റ് തെറാപ്പിക്ക് പോകാൻ പറയുകയാണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി പോകണം തെറാപ്പിക്ക്. എന്നാലേ കുഞ്ഞിന് ആ വ്യത്യാസം വരത്തുള്ളൂ. അടി കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇത് കുഞ്ഞുങ്ങൾക്ക് എന്തിനാ കിട്ടിയെന്ന് മനസ്സിലാകുന്നില്ല, എന്തിനാ എന്നെ അടിച്ചെന്ന് മനസ്സിലാകുന്നില്ല. ബിക്കോസ് ഇത് തെറ്റാണോ ശരിയാണെന്ന് പോലും കുഞ്ഞിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ അടി കൊണ്ടത് എന്തിനാണെന്ന് മനസ്സിലാകാത്ത സിറ്റുവേഷനിൽ കൊച്ചാ ബിഹേവിയർ കറക്റ്റ് ചെയ്യുന്നില്ല. അവിടാണ് ഇമ്പാക്റ്റ് വരുന്നത്. പറഞ്ഞു കൊടുത്തിട്ട് അടിച്ചാലോ? ഇതിലാണ് അല്ല, സംശയങ്ങൾ ചോദിക്കണമല്ലോ. പറഞ്ഞു കൊടുത്തിട്ട് അടിച്ചാൽ ആ സെക്കൻഡ് ദേ വിൽ ലിസൺ, ബട്ട് ദെൻ ദേ ഗോ ബാക്ക് അഗെയിൻ. ഓക്കെ. ബിക്കോസ് ആ ഇമ്പൾസീവ്നെസ് ഉള്ളതുകൊണ്ട് ദേ നീഡ് ടു വീൻ അത് ചെയ്ത് പോയാലേ അവർ ശരിയാകത്തുള്ളൂ. ADHD ഇല്ലാത്ത പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് തല്ലാവോ? ADHD യൂഷ്വലി നമ്മൾ സോഷ്യൽ എക്സാമ്പിൾസ് വിച്ച് പിക്ചേഴ്സ് അല്ലെ സ്റ്റോറീസ് ഇത് യൂസ് ചെയ്താൽ നമ്മൾ പിള്ളേരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ് ത്രൂ പ്രിറ്റൻഡ് പ്ലേ, ഇതൊക്കെ ചെയ്ത് വേണം ആക്ച്വലി പിള്ളേരിൽ കൊടുക്കാൻ. അല്ലാതെ കഷ്ടപ്പാടാണ് ചുരുക്കം. അതായത് ഒരു പേരൻ്റായി വരിക, പാരന്റിങ് ഈസ് നോട്ട് ഈസി. മിസ്റ്റേക്സ് വരാതെ ഒരാളും വളർന്നു വരുന്നില്ല. നമ്മളൊക്കെ പലയിടത്തും വീണ് എണീറ്റ് പല തെറ്റുകളും കാണിച്ചിട്ടാണ് ഇന്ന് ഇരിക്കുന്ന നമ്മളായി മാറുന്നത്. അതുപോലെ തന്നെ പേരൻസ് ആവുമ്പോൾ മറന്നോ? കുട്ടികൾക്കും ഇപ്പം പേരൻസ് നമ്മളെ അടിച്ചതായിട്ട് പേരൻസിന് ഓർമ്മയില്ല, പക്ഷെ നമുക്ക് ആ ഓർമ്മയുണ്ട് എന്തിനാ നമ്മളെ അന്ന് അടിച്ചെന്നുള്ളത്. അമ്മയോട് കൃത്യം വരാറുണ്ട്, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന പേരയുടെ വടി വെട്ടിയാണ് അമ്മ എന്നെ അടിച്ചത്, ഇന്ന കാര്യം. പക്ഷെ പേരന്റ് മറന്നുപോയി. അമ്മ പറയേണ്ട ജീവിതത്തിൽ ഞാൻ നിന്നെ അങ്ങനെ തല്ലിതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നാണ്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം അവിടെ എത്തി. പക്ഷേ ADHD ഉള്ള കുട്ടികളെ, എല്ലാ കുട്ടികളെയും ADHD ഉള്ളവരെ ശരിക്കും നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും ഇല്ല, ബട്ട് ഡെഫിനറ്റ്ലി അവരുടെ ബിഹേവിയേഴ്സ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്നു, അല്ലെങ്കിൽ ഇവർക്ക് സ്വയം റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അക്കാഡമിക്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ ആസ്പെക്ട്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്കൊരു സപ്പോർട്ട് കൊടുത്താൽ മുന്നോട്ടുള്ള ലൈഫ് അവർക്ക് ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഈ ഡെവലപ്മെൻറ്റിൽ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. ഓൾത്തോ അവർക്ക് സ്കിൽസ് ഉണ്ടെങ്കിലും ഇന്നറ്റൻഷൻ കൊണ്ട് മാത്രം അക്കാഡമിക്സ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അങ്ങനെ വരുന്നിടത്ത് നമുക്ക് സപ്പോർട്ട് കൊടുത്താൽ അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഓർഗനൈസ് ചെയ്യാൻ, സീക്വൻസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് അഡീഷണൽ സപ്പോർട്ട് വേണ്ടി വരും. ADHD ഉള്ള കുട്ടികൾ വളരെ ബിസി ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കൾ, അതായത് മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാനില്ലാതെ ചെറുപ്പം തൊട്ട് TV കണ്ട് വളർത്തുന്ന മക്കൾക്ക് ADHD വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ADHDയും TV കൊണ്ടല്ല യൂഷ്വലി വരുന്നത്, പക്ഷെ അതൊരു ഫാക്ടറാണ്. അതും ഒരു ഫാക്ടറായിട്ടാണ് കയറി വരുന്നത്. ബിക്കോസ് കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ലൈറ്റും മൂവ്മെൻറ്റും കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ബോഡിക്കും ആ മൂവ്മെൻറ്റാണ് ക്രേവ് ചെയ്യുന്നത്. അവർക്ക് അത്രയും ലൈറ്റ് സോഴ്സസ് വേണം എന്ന് അവർ ക്രേവ് ചെയ്യുന്നു. അവർക്ക് അത്രയും കളർഫുൾ ഐറ്റംസ് വേണം എന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ഫാസ്റ്റ്. അവർക്ക് സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദേ നീഡ് എവറിത്തിങ് ഫാസ്റ്റ്. ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ADHD കുട്ടികളിൽ കാണാറുണ്ട്. ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാറുണ്ട്. എന്നാൽ 100% ഇതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പം സ്ക്രീനിൻ്റെ മുന്നിലിരിക്കുമ്പോൾ യു ആർ എ കൗച്ച് പൊട്ടേറ്റോ അല്ലേ? അതിപ്പം കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ഇത് കാണുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പിള്ളേരാണല്ലോ, അവരനങ്ങുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ആക്ച്വലി എങ്ങനെയാണ് ADHD വരിക, അല്ലെങ്കിൽ അവരിൽ ADHD എങ്ങനെയാണ്? വൺ തിങ് ഈസ് ഇങ്ങനെ ഇരുന്ന് പോകുന്ന കുട്ടികളെന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരുടെ ബോഡിക്ക്
ആ സമയത്ത് മൂവ്മെൻറ്റാണ് കിട്ടേണ്ടത്. നമ്മൾ പറയുന്ന ഈ മോട്ടോർ ഡെവലപ്മെൻറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ ഹയറാർക്കി പോലെ സെൻസറി കഴിയുമ്പോൾ മോട്ടോർ ഡെവലപ്മെൻറ്റാണ്. മോട്ടോർ ഡെവലപ്മെൻറ്റ് വരണേ അവർക്ക് മൂവ്മെൻറ്റ് സെൻസ് ഹൈ ആയിരുന്നു. ആ സമയത്ത് ഇവർ പിടിച്ച് സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുത്തുമ്പോൾ ഈ മൂവ്മെൻറ്റ് സെൻസ് ഇല്ലാതായി പോവുക. പിന്നീട് ഇതെല്ലാം കൂടെ ഓവർലോഡായിട്ട് ഇവർക്ക് പിന്നെ ഓവറായിട്ടാണ് വേണ്ടിയത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഒരു സ്ഥലത്ത് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടി പിന്നെ എല്ലാം കൂടെ ഇത് ഇറക്കണമല്ലോ. പിന്നെ ഇറക്കണമല്ലോ, അവിടാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം 5 years വരെ അധികം കൊടുക്കാതെ പേരൻ്റൽ ഇൻട്രാക്ഷൻ അല്ലെ ഫാമിലി ഇൻട്രാക്ഷൻ നമ്മൾ സംസാരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളോട് ഇടപെട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പ്ലേ ചെയ്ത് പോകണം. ഇപ്പോഴത്തെ മിക്ക പേരൻസിനും പ്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് അവിടെയാണ് ഡിഫിക്കൽട്ടി വരുന്നത്. ബുദ്ധിമുട്ടുണ്ട്, സമയക്കുറവിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ADHD ഉള്ള ഒരു കുട്ടി അത് നേരത്തെ വീട്ടുകാർ കണ്ടുപിടിക്കുകയും ആ കുട്ടിയെ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക, കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയോ ചെയ്യുന്ന ആ കുട്ടിയും ADHD പിരിവിരുപ്പല്ലേ വലുതാകുമ്പോൾ മാറിക്കോളും എന്ന് പറയുന്ന കുട്ടിയും തമ്മിൽ ഒരു 25-30 വയസ്സായി കഴിയുമ്പോൾ അച്ചീവ്മെൻറ്റ്സിൽ ലൈഫിൽ വ്യത്യാസങ്ങൾ വരുമോ? അവരുടെ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റിനെ പെർസ്യൂ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ അതിൽ സക്സസ്ഫുൾ ആവും. പക്ഷേ ഈ പറയുന്ന സെൽഫായിട്ട് ഓർഗനൈസ് ചെയ്യുക, അവരുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നടത്തിക്കൊണ്ട് പോവുക, ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അങ്ങനെ പല കാര്യങ്ങളിൽ ഇവർക്ക് സ്ട്രെസ്സ് വരാം, മുന്നോട്ട് ആൻസൈറ്റീസ് വരാം. ഇങ്ങനത്തെ ഇഷ്യൂസിലേക്ക് പോവാതിരിക്കാനാണ് നമ്മൾ ചെറുപ്പത്തിലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നത്. നല്ലൊരു അഡോളസെൻറ്റ് പീരീഡിൽ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുന്നത്. അവിടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണം നമ്മൾ കൊണ്ടുപോകാതിരുന്നാൽ ലേറ്റർ ലൈഫിൽ അതിൻ്റെ ഒരു ഇഷ്യൂസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ ചൈൽഡ്ഹുഡ് ട്രോമ തന്നെ മാറി വരുന്നു എന്ന് പറയുന്നത് പോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് മുന്നോട്ട് അഗ്രവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സം പീപ്പിൾ മാസ്ക് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി, പക്ഷെ അത് അവരുടെ ഉള്ളിലൊരു സ്ട്രെസ്സായി ആൻസൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ADHD അതുപോലെ ഓട്ടിസം, ഇപ്പോൾ എല്ലാവരും സ്വയം പറയാണ് എനിക്ക് ADHD ആണ്, ഇനി ഞാൻ ഓട്ടിസ്റ്റിക് ആണ് എന്ന് പറയുന്നുണ്ട്. അത് പലരും ഓൺലൈൻ ടെസ്റ്റുകൾ എടുത്തിട്ടാണ് എനിക്ക് ADHD ഉണ്ട് എന്ന് പറയുന്നത്. ശരിക്കും ഓൺലൈൻ ടെസ്റ്റുകളിലൂടെ ADHDയും ഓട്ടിസവും നമുക്ക് കണ്ടുപിടിക്കാൻ ഒരിക്കലുമില്ല. ഇല്ലല്ലേ? ഒരിക്കലുമില്ല. യു ഹാവ് ടു ഗോ ടു എ പ്രൊഫഷണൽ. ബിക്കോസ് ഇതിന് സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകളുണ്ട്. ആ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകൾ യൂസ് ചെയ്താണ് നമ്മൾ പറയുന്നത് ഇഫ് ദ ചൈൽഡ് അല്ലെ ഇൻഡിവിജ്വൽ ഓട്ടിസം ആണോ അതോ ADHD ആണോ എന്ന് ആ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഓൺലൈൻ ഡിഫറെൻറ്റ് ചെറിയ ചെറിയ ടെസ്റ്റുകൾ, ക്വിക്ക് ടെസ്റ്റ് 10 seconds 30 second ടെസ്റ്റ് ഇട്ടിട്ട് അത് ഡയഗ്നോസ്റ്റിക് ആക്കാൻ പറ്റത്തില്ല. അതായത് ഓട്ടിസ്റ്റിക് ആണെന്ന് ഒരാൾക്ക് സ്വയം പറയാൻ പറ്റത്തില്ല, അതൊരു സ്പെഷ്യലിസ്റ്റ് വേണം പറയാനായിട്ട്. അതെ. അപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും എനിക്ക് ഓട്ടിസ്റ്റിക് ആണ് എന്നറിയാൻ പറ്റുമോ? ഇപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് കൂടെ പറ്റത്തില്ല, അല്ലാണ്ട് എനിക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് എനിക്കറിയാനുള്ള വേറെ വഴി? ആക്ച്വലി ഞങ്ങളൊക്കെ ഇത് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നി ഞങ്ങൾക്ക് തന്നെ ഈ ഓട്ടിസം ഉണ്ടെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. സോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആ സിംറ്റംസ് ഉണ്ടായോ ഞാൻ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ അതൊന്നും ആക്ച്വൽ ജഡ്ജ്മെൻ്റ് അല്ല. ശരിക്കും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പ്രോപ്പർ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞും സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് വെച്ചിട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ ലേബിൾ ചെയ്യുവാണെങ്കിൽ യെസ് യു ആർ എൻ ഓട്ടിസ്റ്റിക് ഓർ യു ആർ എൻ ADHD പേഴ്സൺ. ഷുഗർ, ജങ്ക് ഫുഡ്, ഇങ്ങനത്തെ ഫുഡ്സൊക്കെ ശരിക്കും ADHDയുടെ സിംറ്റംസിനെ കൂട്ടാറുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? നമ്മൾ പണ്ട് ഓടാൻ പോകുമ്പോൾ ഗ്ലൂക്കോസ് പൊടി കഴിക്കുന്നത് ഓർമ്മയില്ലേ? നമുക്ക് സഡൻ സ്പൈക്ക് ഓഫ് എനർജി കിട്ടും. റിലേ ഓടുന്നതിന് മുന്നേ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. സെയിം തിങ്. അപ്പോൾ ഇതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അധികം ഇല്ലാത്തൊരു കുട്ടിക്ക് അധികമായിട്ട് ഷുഗറി ഫുഡ് ചെല്ലുന്നതും ജങ്ക് ഫുഡ് ചെല്ലുന്നതും ദഹിക്കാൻ സമയമെടുക്കും. ഇവരുടെ എനർജി എങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്യും? ദേ ഹാവ് ടു ജമ്പ് ഓൺ ദ സോഫ, അല്ലെങ്കിൽ കട്ടിൽ കിടന്ന് ചാടുന്നുണ്ടാവും, അല്ലെങ്കിൽ റൂമിൽ കിടന്ന് ഫസി ആയിട്ട് ഓടി നടക്കുന്നുണ്ടാവും. അവരെങ്ങനെ അത് വേസ്റ്റ് ഔട്ട് ചെയ്യും? ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി പറമ്പിൽ പോയി കളിച്ചു, കയറ്റം കയറി ഇറങ്ങി റോഡിൽ ഓടി കളിച്ചു, വേർത്ത് കുളിച്ച് വന്ന് കൊതിയോടെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഇത് വിശക്കാതിരിക്കാൻ ആഹാരം കൊടുത്തിട്ട് കുട്ടി അടങ്ങിയിരിക്കണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത് എങ്ങനെയാണ്? കളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഷുഗർ റഷും കൂടെ ചെല്ലുകയാണ്. ഷുഗർ ഈസ് ലൈക്ക് ഗിവിങ് യു മോർ എനർജി. നമുക്ക് ഉള്ള എനർജി വേസ്റ്റ് ഔട്ട് ആക്കാതെ പിന്നെ നമ്മൾ ആഡ് ഓൺ എനർജി കൊടുത്തിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഗോയിങ് ടു വേഴ്സൺ ദ സിറ്റുവേഷൻ. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ, ADHD ആയിട്ടുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ സിബ്ലിങ്ങിന് അത് ഒരുപാട് സിബ്ലിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണോ? അതെന്ന് വെച്ചാൽ യങ്ങർ സിബ്ലിങ്സ് ആണെങ്കിൽ അവരത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും.
ഇപ്പോൾ ഓൾഡർ സിബ്ലിങ് ഓട്ടിസം ഡയഗ്നോസ് ചെയ്തേക്കെങ്കിൽ ഇളയ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ, ബിക്കോസ് കുഞ്ഞുങ്ങിന് വേറെ ആരും അറിയത്തില്ലല്ലോ. കുഞ്ഞ് നോക്കുന്ന വീട്ടിലുള്ള ഓൾഡർ സിബ്ലിങ്ങിനെ നോക്കിയല്ലേ കൂടുതലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. എന്നാൽ ചില കുട്ടികളിൽ ഫാമിലിയിൽ ലൈക്ക് ഉണ്ടെങ്കിൽ 2 കുട്ടികളിലും വരാൻ ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ യങ്ങർ സിബ്ലിങ് ഓട്ടിസ്റ്റിക് ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ദെർ ആർ ചാൻസസ്. ചാൻസസ് എല്ലാം ചാൻസസ് ആണ്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും നോക്കുമ്പോൾ അവർക്ക് ചില ഫീച്ചേഴ്സ് അവരുടെ ഫേസിൽ ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ? ഫീച്ചേഴ്സ് ഇല്ല, ബിഹേവിയേഴ്സ് ബിഹേവിയേഴ്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ല, ഫീച്ചേഴ്സിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഈ കൊച്ചിന് ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവരുടെ ബിഹേവിയേഴ്സിലാണ്. അത് ഈ പറഞ്ഞ പോലെ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പേര് വിളിച്ചാൽ ശ്രദ്ധിക്കുന്നില്ല, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെയും പറയുന്ന ഓട്ടിസമാണ്. അല്ലാതെ കണ്ണിങ്ങനെ ആയതുകൊണ്ട് കുഞ്ഞിന് ഓട്ടിസമാണ്, മൂക്കിങ്ങനെ ആയതുകൊണ്ട് കുഞ്ഞിന് ഓട്ടിസമാണ് എന്നുള്ള സിൻഡ്രോമിക് ഇഷ്യൂസ് ഇല്ല ഓട്ടിസമുള്ള കുട്ടികൾക്ക്. ഓട്ടിസമുള്ള കുട്ടികൾ സംസാരിക്കാൻ താമസിക്കും, അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ? വെരി ട്രൂ. പല കേസസിലും സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി സംസാരത്തിൻ്റെ പാറ്റേൺസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവർ പറയുന്ന ചില റെസ്ട്രിക്റ്റഡ് കാര്യങ്ങൾ മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ കാർട്ടൂൺസിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മാത്രം പല സിറ്റുവേഷൻസിലായിട്ട് യൂസ് ചെയ്യുന്ന പോലെ ജസ്റ്റോൾ ലാംഗ്വേജ് എന്ന് പറയും. അങ്ങനെ സ്പെസിഫിക് പാറ്റേൺസ് ഓഫ് ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ലാംഗ്വേജ് പറയാനുള്ള നല്ല ബുദ്ധിമുട്ടും കാണാറുണ്ട്, നോൺ വെർബൽ ഓട്ടിസം എന്ന് പറയും. സോ അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ ഡെഫിനറ്റ് ഇമ്പാക്റ്റ് ഓട്ടിസത്തിൽ നമ്മൾ കാണാറുണ്ട്. എത്ര ലേറ്റാണ് കുട്ടി സംസാരിക്കാൻ ലേറ്റ് എന്ന് പറയേണ്ടത്? അതായത് ഒരു കുട്ടി ഇത്ര സമയത്തിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് മാസമാണ്, ഏത് സമയമാണ്? നമ്മൾ പറയുന്ന ചെറിയൊരു കണക്കുണ്ട്. 1 വയസ്സാകുമ്പോൾ 1-2 വാക്കെങ്കിലും പറയണം. 1.5 വയസ്സാകുമ്പം ഒരു 20 വാക്കിലേക്കെങ്കിലും മിനിമം കയറിയിരിക്കണം. അവിടെയാണ് പലപ്പോഴും തെറ്റ് വരുന്നത്. ഓക്കെ, ഈ 1.5 കഴിഞ്ഞ അടുത്ത 6 മാസം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായി നടക്കുന്നതാണ്. ഇപ്പോൾ 2 വയസ്സാകുമ്പോഴത്തേക്ക് 2 വാക്ക് ചേർക്കാനും 100+ വൊക്കാബുലറിയിലേക്ക് കയറാനുമുള്ള മാക്സിമം ഒരു പീരീഡാണത്. അത് നമ്മൾ എത്രത്തോളം കുട്ടിക്ക് എൻവയോൺമെൻറ്റ് സ്റ്റിമുലേഷൻ കൊടുത്തു എന്നുള്ളതും കൂടെ ഡിപ്പെൻഡൻ്റ് ആണ്. 3 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് 3 വാക്കെങ്കിലും മിനിമം ചേർക്കാനും ചെറിയ സെൻറ്റൻസസുകൾ ഉണ്ടാക്കാനും തുടങ്ങണം. 3 to 4 നമുക്ക് ഗ്രാമർ ഡെവലപ്മെൻറ്റ് നടക്കണം. ആ പീരീഡിൽ ഇവർ കഥകൾ പറയാനും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ തുടങ്ങും. സോ ദിസ് ഇസ് ഹൗ ലാംഗ്വേജ് ഗോസ്. ഓക്കെ, ആ ഒരു ടൈം ലൈൻസ്, മൈൽ സ്റ്റോൺസ് നമ്മൾ ഇപ്പം എല്ലാ പേരൻസിനും 1 വയസ്സ് വരെയുള്ള മൈൽ സ്റ്റോൺ അറിയാം. 1 വയസ്സായപ്പോൾ കുട്ടി അമ്മയെന്ന് വിളിച്ചോ, നടന്നു തുടങ്ങിയോ എന്ന് ചോദിക്കും. 1 ശേഷം എന്താണെന്ന് പലർക്കും അറിയില്ല. ഈ 1.5 വരുന്നിടത്ത് 10 to 20 വേർഡ്സ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ 10 to 20 വേർഡ്സ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ, മിനിമം കിട്ടിയില്ലെങ്കിൽ, വി ഹാവ് ടു സീ എന്താണ് എൻവയോൺമെൻറ്റിൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റലി എന്തെങ്കിലും കാര്യത്തിൽ കുട്ടിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ള ഒരു ഇവാലുവേഷൻ ചെയ്യാം. അതിനൊരു അസുഖം വേണമെന്ന് നിർബന്ധമില്ല. യു ക്യാൻ ജസ്റ്റ് ഗോ ടു എ പ്രൊഫഷണൽ ആൻഡ് ആസ്ക് ഇവൻ്റെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഓക്കെ ആണോ. അപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി എടുക്കും, എങ്ങനെയുണ്ട് പേരൻറ്റ് ഇൻട്രാക്ഷൻ, സ്ക്രീൻ ടൈം വരുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനോട് അഡീഷണലായിട്ട് പ്രൊഫഷണൽ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, അവിടെ നമുക്ക് ഹെൽപ്പ് കൊടുക്കേണ്ടി വരും. പിന്നെ പേരൻസ് കുറേ പേര് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ സംസാരിച്ച് സോ ദേ വെയിറ്റ്, ആ കുഞ്ഞിനും ആ സമയമാകുമ്പോൾ സംസാരം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ നിൽക്കുന്നത്. അത് തെറ്റാണ്. നമുക്ക് ഡിലേ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കുഞ്ഞിന് ഇത്രയും നാൾ കൊണ്ട് ആ സ്പീച്ച് വന്നില്ലെങ്കിൽ യു ഷുഡ് ടേക്ക് ദ ചൈൽഡ് ടു എ സ്പെഷ്യലിസ്റ്റ്. നമ്മളെ കൊണ്ടുപോയില്ല എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാൻ പാടില്ല, നമ്മൾ കൊണ്ടുപോകണം. അത് ബിക്കോസ് ഇപ്പോൾ ഇച്ചിരി എല്ലായിടത്തും എല്ലാ സർവീസസ് അവൈലബിളാണ്, അപ്പോൾ കൊണ്ടുപോകണം. ഇപ്പം കൂടുതൽ ആളുകൾക്ക് സ്പീച്ച് ഹിയറിങ് പ്രശ്നങ്ങൾ ഉള്ളതാണോ, അതോ സെൻറ്റേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നതാണോ, അതോ ആളുകൾ പണ്ടത്തെ പോലെ അല്ലാണ്ട് കൂടുതൽ തെറാപ്പി എടുക്കുന്നതാണോ? സത്യത്തിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? കാരണം ഒരുപാട് പിള്ളേരിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ അവർ തെറാപ്പീസ് എടുക്കുന്നുണ്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കോവിഡിന് ശേഷം ഒരുപാട് കേൾക്കുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് വന്നു, അതുപോലെ തന്നെ ആൾക്കാരിലുള്ള അവയർനെസ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ചെറിയ മൈൽ സ്റ്റോൺസിലൊരു വ്യത്യാസം വരുമ്പോൾ പേരൻസ് പെട്ടെന്ന് കൺസേൺ ആവാനും മുന്നോട്ട് വന്ന് ഹെൽപ്പ് എടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ നമ്മളിപ്പോൾ അധികം കാണുന്നില്ല. കുറച്ചും കൂടി പേരൻസ് കുഞ്ഞുങ്ങൾക്ക് സർവീസ് കൊടുക്കാനായി മുന്നോട്ട് വരുന്നതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നേരത്തെ ഹെൽപ്പ് ചെയ്യാനും ധാരാളം സെൻറ്റേഴ്സ് ചുറ്റുമുള്ളത്, തെറപ്പിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ബെറ്ററായി വരുന്നത്, എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സർവീസസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ക്ലിയറായി സംസാരിക്കാത്ത കുട്ടികൾ, വിക്കുള്ള കുട്ടികൾ, അവർക്ക് തെറപ്പിയിലൂടെ ഈ വിക്ക് മാറ്റാനും ക്ലിയറായി സംസാരിക്കാനും സാധിക്കുമോ?
വിക്ക് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആണ്. സോ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലുവൻസി ഷേപ്പിംഗ് ടെക്നിക്സ് കൊടുക്കുക, ബ്രീത്തിങ് എക്സസൈസസ് കൊടുക്കുക, അങ്ങനെ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ട്രെയിൻ ചെയ്ത് കൊടുക്കും. ക്ലാരിറ്റി ഓഫ് സ്പീച്ച് വരുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി പേരൻസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ റെസ്റ്റിലിരിക്കുമ്പോൾ നമ്മുടെ വായ എങ്ങനെയാണ്, നമ്മുടെ നാക്ക് എവിടെയാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ആദ്യമായിട്ട് ചിന്തിച്ചു. ഓക്കെ. നമ്മൾ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒന്നും മിണ്ടുന്നില്ല, നമ്മൾ റെസ്റ്റിലിരിക്കുന്നു, അപ്പോൾ നമ്മുടെ നാക്ക് എവിടെയായിരിക്കുക? വെറുതെ അവിടെ ഇരിപ്പുണ്ട്. താഴെയോ മുകളിലോ? മോളി മുട്ടിയിട്ട് താഴെ ഇരിക്കുന്നു അല്ലേ? അപ്പം നമ്മുടെ ബോഡി ഗ്രാവിറ്റി താഴോട്ട് പോകുമ്പോൾ ടങ് ഗോസ് അഗൈൻസ്റ്റ് ഗ്രാവിറ്റി. പേടിച്ചു പോയി, ഇനി എൻ്റെ തെറ്റിയാണോ ഇരിക്കുന്നത്? അപ്പോൾ അത്രയും സക്റ്റപ്പായിട്ട് നമ്മുടെ പാലറ്റിൽ ഒട്ടിയിരിക്കുകയാണ് ടങ് നോർമൽ പൊസിഷനിൽ. ഇപ്പം നമ്മൾ ഇവാലുവേഷൻസിന് വരുമ്പോൾ ക്ലാരിറ്റി ഇഷ്യൂസ് പറയുമ്പോൾ പല കുട്ടികളിലും നാക്ക് താഴ്ന്നിരിക്കുന്നതായിട്ട് കാണാറുണ്ട്, ജോ ഓപ്പൺ ആയി പോകുന്ന കാണാറുണ്ട്, ലിപ്സിയിൽ വരുന്നത് കാണുന്നില്ല, ലിപ്പൊക്കെ അടഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ റെസ്റ്റ് പൊസിഷനിൽ അവർ കളിക്കുന്ന സമയത്തേക്ക് നാക്കും ചുണ്ടും ഒക്കെ വെളിയിലേക്ക് തള്ളി വരുന്നു, അല്ലെങ്കിൽ അഡിനോയിഡിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, മൗത്ത് ബ്രീത്തിങ് എക്സസ് ആയിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ടായിരിക്കാം. സോ ഇതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് സ്പീച്ചിൻ്റെ ക്ലാരിറ്റി എഫക്റ്റഡ് ആവുന്നുണ്ട്. അതുപോലെ നാക്കിനടിയിൽ കെട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അത് റിലീസ് ചെയ്യാതെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയും. പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി നോക്കുന്നത് നമുക്ക് നാക്ക് പൊക്കി മുകളിൽ വെച്ച് പല മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റിയാൽ ട ഡ ഷ ച അതിനൊക്കെ ജോയിൽ നിന്ന് നാക്ക് അകന്ന് മുകളിൽ പോയി മുട്ടണം. അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലാരിറ്റി എഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഒബ്സർവേഷനിൽ നമ്മൾ ആ കുട്ടിയുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് നോക്കി ഒരു ഓഡായിട്ട് തോന്നുന്നു, റെസ്റ്റ് പൊസിഷനിൽ നമുക്ക് ലിപ്സിയിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടങ് അകത്തേക്ക് ഇരിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പാവും. ഈ വിക്കുള്ള ആളുകളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തവരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ വർത്തമാനം പറഞ്ഞാൽ മതി അത് ശരിയാവും, അതിൽ കാര്യമില്ല. കുറേ വർത്തമാനം പറയുന്നതിലല്ല, പറയുന്നത് എങ്ങനെയെന്നുള്ളതിലാണ്. നമ്മൾ കറക്റ്റ് ബ്രീത്തിങ് പാറ്റേൺ എടുത്ത് റിലാക്സ്ഡായി സ്ലോ ഡൗൺ ചെയ്ത് പറയുമ്പോൾ, കാരണം വിക്കുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്താൽ കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കും, പക്ഷേ അത്രയും നമ്മൾ ബ്രെയിനിന് സ്ട്രെയിൻ കൊടുക്കുകയാണ്. സോ വി ടീച്ച് ദം ടു സ്ലോ ഡൗൺ ആക്ച്വലി. അതിന് വേണ്ട സ്ട്രാറ്റജീസ് നമ്മൾ കുട്ടികൾക്കാണെങ്കിലും അഡൾട്ടിനാണെങ്കിലും ട്രെയിൻ ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മിണ്ടാത്ത കുട്ടികൾ മിണ്ടുവോ? മിണ്ടാത്ത കുട്ടികളുടെ പ്രായം, മിണ്ടാതിരിക്കാനുള്ള കാരണം, ബ്രെയിനിന് വന്നിരിക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ സൈക്കോളജിക്കലി മെൻ്റൽ ഹെൽത്തിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നത് അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് മിണ്ടാൻ പറ്റുമോ പറ്റില്ല എന്നത് തീരുമാനിക്കാൻ. ഇല്ലെങ്കിൽ അപ്രാക്സിയ എന്നൊരു കണ്ടീഷനുണ്ട്, അതായത് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷേ തലച്ചോറിൻ്റെ വർത്തമാനം പറയേണ്ട ഏരിയയിൽ നിന്ന് മസിൽസിൻ്റെ ഏരിയയിലേക്കുള്ള സിഗ്നൽസ് കറക്റ്റായിട്ട് പോവില്ല, അല്ലെ മസിൽസിന് മോട്ടോർ ഏരിയ ഓഫ് ബ്രെയിൻ എന്ന് പറയും, അവിടെ നിന്ന് വായുടെ മസിൽസിലേക്ക് കറക്റ്റ് സിഗ്നൽസ് വരാതിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓറൽ സ്റ്റിമുലേഷൻ എക്സസൈസസും ടൂൾസും യൂസ് ചെയ്തുകൊണ്ട് സ്പീച്ചിനെ എടുത്ത് കൊണ്ടുവരണം. ഇതിപ്പം സ്പീച്ച് തെറപ്പി ആണെങ്കിലും ADHDയുടെയും ഓട്ടിസത്തിൻ്റെയൊക്കെ തെറപ്പി ആണെങ്കിലും പേരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം വേണം? നമ്മളെപ്പോഴും പറയും പേരൻറ്റ് ഷുഡ് ബി ഇൻ ദ സെഷൻ. കുട്ടിയുടെ സെഷനിൽ പേരൻറ്റും കൂടെ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഈ പേരൻറ്റിന് ഈ കുഞ്ഞിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ അടുത്ത് നമ്മുടെ തെറപ്പി ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആ തെറാപ്പിസ്റ്റ് ആ കുഞ്ഞിൻ്റെ കൂടെ വർക്ക് ചെയ്തത് അത് പേരൻറ്റ് മനസ്സിലാക്കി വീട്ടിൽ അതുപോലെ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പ്രോഗ്രസ്സിലോട്ട് കയറത്തുള്ളൂ കുട്ടി. അതുകൊണ്ടാണ് നമ്മൾ പേരൻറ്റ് ഇൻവോൾവ്മെൻറ്റ് വളരെ ആവശ്യമാണെന്ന് പറയുന്നത്. സ്പീച്ച് തെറപ്പി ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 6 മാസം തൊട്ട് 1 വയസ്സ് വരെയുള്ള പ്രായത്തിൽ തന്നെ നമുക്ക് സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ പറയുന്ന ചെറിയ കാര്യങ്ങളിൽ ഒബ്സർവേഷൻസ് നേരത്തെ വന്നു, നേരത്തെ ഡയഗ്നോസ്ഡായി, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഡയഗ്നോസ്ഡായി, അങ്ങനെയുള്ള കേസസിൽ നമുക്ക് നേരത്തെ തന്നെ സ്പീച്ചിന് വേണ്ട സ്റ്റിമുലേഷൻസ് കൊടുത്തു തുടങ്ങാം. കോക്ലിയർ ഇംപ്ലാന്റ് സർജറീസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡിൻ്റെ യൂസേജ് ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ലിസ്ണിംഗ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. സോ ദ ഏർലിയസ്റ്റ് ദ ബെറ്റർ. ഹിയറിംഗ് പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറപ്പിയുടെ ആവശ്യം എപ്പോഴും വരുമോ? നമ്മൾ ഹിയറിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ലിസ്ണിംഗ് ഇംപ്രൂവ് ചെയ്യണം. കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇമ്പ്രൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ അവർ വിഷ്വലി കാര്യങ്ങൾ എടുത്ത് ലിപ്പ് റീഡിങ് ചെയ്യാനോ അങ്ങനെ ആക്ഷൻസ് യൂസ് ചെയ്ത് കാര്യങ്ങൾ കൺവേ ചെയ്യാനോ പോകും. അപ്പോൾ കേൾവി ഇല്ലാത്തത് കൊണ്ട് സംസാരിക്കാനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാതിരിക്കില്ല. അതിനെ കേട്ടതും പറയാനുള്ളതും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തെറപ്പിയിൽ വർക്ക് ചെയ്യണം. പക്ഷേ ഒരു 90% അല്ലെങ്കിൽ 100% കേൾവില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സംസാരിക്കാൻ സാധിക്കില്ലല്ലോ.
അങ്ങനെ നിർബന്ധമില്ല. നമ്മൾ നേരത്തെ ഇൻ്റർവെൻഷൻ കൊടുക്കുകയാണ്. അതാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറീസ് ചെയ്യുന്നത്, ഹിയറിംഗ് എയ്ഡ്സ് നേരത്തെ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുകയാണ് കറക്റ്റായിട്ട് ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയും. ആ രീതിയിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള എബിലിറ്റീസ് ഉണ്ടാവും. പിന്നെ ഹിയറിങ്ങിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ക്ലാരിറ്റിയിൽ ഇഷ്യൂസ് വരാം, പക്ഷേ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോക്ലിയർ ഇംപ്ലാന്റ് നമ്മൾ പെർമനൻ്റ്ലി നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുകയാണല്ലോ, പക്ഷെ അതല്ലാത്ത പിള്ളേർക്കുള്ള ഡിവൈസസ് ഉണ്ടല്ലോ, അല്ലാതെ നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യേണ്ട ഡിവൈസസ്. അപ്പോൾ നമ്മളൊരു കുട്ടിക്കൊരു ഹിയറിംഗ് പ്രോബ്ലം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നീട് മസ്റ്റായിട്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒന്നാണോ? അതെ, ഉറങ്ങുന്ന സമയത്തും കുളിക്കാൻ പോകുന്ന സമയത്തും മാത്രം ഊരി വെക്കുക എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ എത്ര കാലം കഴിയുമ്പോൾ അത് മാറ്റാൻ കഴിയില്ല. ഓ, ദേ ഹാവ് ടു യൂസ് ഇറ്റ്, ദേ ഹാവ് ടു ചേഞ്ച് ദ ഡിവൈസ്. നമ്മൾ ഫോൺ മാറില്ലേ, അതേപോലെ അഡ്വാൻസസ് മാറുന്നതനുസരിച്ച് നമുക്ക് ഹിയറിംഗ് ഡിവൈസസിൽ മാറ്റം കൊണ്ടുവരാം. ഹിയറിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടുപിടിച്ചൊരു കുട്ടി, ആ കുട്ടി ഇത് യൂസ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക. ആ കുട്ടിയും പകുതി കേൾവിയുള്ളൊരു കുട്ടിയും തമ്മിൽ ഡെവലപ്മെൻറ്റിൽ ഫ്യൂച്ചറിൽ വ്യത്യാസങ്ങളുണ്ടാവും. കമ്മ്യൂണിക്കേഷനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, സ്പീച്ചിൻ്റെ ക്ലാരിറ്റിയിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷേ ലാംഗ്വേജ് വൈസായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കാണാറുണ്ട്. ഇപ്പം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേരൻറ്റ്, ഒരു ഏതെങ്കിലും ഒരാൾ, അമ്മയ്ക്കോ അച്ഛനോ സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഹിയറിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? വി ഹാവ് വർക്ക്ഡ് വിത്ത് കേസസ്. അതിൽ നമുക്ക് പേരൻസ് 2 പേരും ഹിയറിംഗ് ഇമ്പയർഡ് ആയവരാണ്. അവർക്കുണ്ടായ കുട്ടിക്ക് ഗ്രാൻഡ് പേരൻറ്റ് നേരത്തെ തന്നെ ഇവാലുവേഷൻസ് ചെയ്ത് വളരെ ഫസ്റ്റ് ഇയറിൽ തന്നെ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്യുകയും നമ്മുടെ അടുത്ത് തെറപ്പിക്ക് കൊണ്ടുവരികയും നല്ലൊരു വ്യത്യാസം വരികയും ചെയ്തിട്ടാണ്. ആൻഡ് നൗ ദ ചൈൽഡ് ഇസ് ഗോയിങ് ടു സ്കൂൾ. നമ്മളെപ്പോലെയൊക്കെ സംസാരിക്കാനും അതുപോലെ പേരൻസിൻ്റെ അടുത്ത് സൈൻ ലാംഗ്വേജ് ചെയ്യാനും ആ കുട്ടിക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംസാരിക്കാനായിട്ട് പിന്നീട് കഴിയും ലൈക്ക് ഡെഫിനറ്റ്ലി. കോക്ലിയറും നമ്മൾ അത്രയും നല്ലൊരു സർജറി ചെയ്ത് കഴിയുമ്പോൾ അതിന് കറക്റ്റായിട്ട് ഓഡിറ്ററി വെർബൽ തെറപ്പിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് സംസാരിക്കാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൺകമിറ്റൻ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കണം. ഇപ്പം തൈറോയിഡ് കേസസ് ഉള്ളപ്പം അത് പലപ്പോഴും സ്പീച്ചിനെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കേൾവിക്ക് അല്ലെങ്കിൽ സംസാരത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാവാമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം? ജനറൽ നമ്മൾ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് അമ്മമാർക്കുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിലേക്കും അതിൻ്റേതായ ചെറിയ ഇഷ്യൂസ് വരാറുണ്ട്. നോട്ട് ഇൻ ഓൾ കേസസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സെൻസറി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, സെൻസസ് നമുക്കിപ്പോൾ അറിയാവുന്ന 5 സെൻസസാണ്: ടച്ച്, സ്മെൽ, ടേസ്റ്റ്, വിഷൻ, ഹിയറിംഗ്. ഓക്കെ, ഈ 5 എക്സ്റ്റേണൽ സെൻസസ് ആണ്. ആക്ച്വലി ഇതല്ലാതെ 3 ഇൻറ്റേർണൽ സെൻസേഷൻസ് ഉണ്ട് നമുക്ക്. ഒന്ന് വെസ്റ്റിബുലാർ, അതായത് മൂവ്മെൻറ്റ്, നമുക്ക് മൂവ്മെൻറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എല്ലാം നമുക്കറിയാൻ പറ്റുന്നത്. ഒന്ന് ജോയിൻറ്റ് സെൻസ്, അതായത് പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയും. അത് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇൻട്രോസെപ്ഷൻ. ഇൻട്രോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, പെയിൻ, ഹങ്കർ, ഈ കാര്യങ്ങളെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ്. ഈ 8 സെൻസസും ഒരേപോലെ ഫങ്ഷൻ ചെയ്ത് ആയാലും നമുക്ക് റെഗുലേഷൻ ഉണ്ടാകത്തുള്ളൂ. ആ റെഗുലേഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം ഒരു ഏജിൽ എക്സസീവ് കിട്ടിയ കുട്ടിക്ക് എപ്പോഴും വിഷ്വൽ സ്റ്റിമ്മിങ് കാണും. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ വിഷ്വൽ സ്റ്റിമ്മിങ് റെഡ്യൂസ് ചെയ്യാനായിട്ട് തെറാപ്പി കൂടെ, സെൻസറി ഇൻറ്റിഗ്രേഷനിൽ കൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻസേഷൻസ് കൊടുക്കുകയും അത് റെഗുലേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ മോട്ടർ ആക്ടിവിറ്റീസും കൂടെ കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ റെഗുലേറ്റഡ് ആകുന്നത്. ആ റെഗുലേറ്റഡ് ആയി കഴിയുമ്പോൾ ഇച്ചിരൂടെ ലിസ്ണിങ് ബെറ്റർ ആകും, ശ്രദ്ധിക്കാൻ തുടങ്ങും, എൻവയൺമെൻറ്റ് ശ്രദ്ധിക്കാൻ തുടങ്ങും, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആരെന്നെ വിളിച്ച്, ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് വെൻ ദ സെൻസറി ഇൻറ്റിഗ്രേഷൻ ഹാസ് അച്ചീവ്ഡ്. അപ്പോൾ അത് നിങ്ങൾ തെറപ്പിയിൽ യു ഡു ദിസ്? യെസ്. അത് കൂടാതെ എന്താണ് അവിടെ ചെയ്യുന്നത്? സെൻസറി ഇൻറ്റഗ്രേഷൻ കൂടാതെ റിഫ്ലെക്സ് ഇൻറ്റഗ്രേഷൻ തെറപ്പിയുടെ പാർട്ടാണ്. അപ്പോൾ ഇതിന് കുട്ടി മാത്രമാണോ വരുന്നത്, അതോ ഇതിനൊരു പേരൻറ്റ് പ്രസൻ്റ് ആണോ? പേരൻറ്റ് പ്രസൻ്റ് ആണ്. ഏതിനൊക്കെയാണ് നമ്മൾ ഇത് സെൻസറി ഇൻറ്റഗ്രേഷൻ, റിഫ്ലെക്സ് ഇൻറ്റഗ്രേഷൻ ഏതിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? എന്തൊക്കെ കണ്ടീഷൻസിനാണ്? ഇപ്പം ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഡെഫിനറ്റായിട്ട് സെൻസറി ഇഷ്യൂസ് കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ, അവർക്ക് ഏതെങ്കിലും 1-2 സെൻസസിൽ സ്റ്റിമുലേഷൻ അല്ലെ സ്റ്റിമ്മിങ് കാണാറുണ്ട്. ചില കുട്ടികളിൽ വയറ് നിറയുന്ന അറിയത്തില്ല, ദിൽ കീപ് ഈറ്റിംഗ്. അപ്പോൾ പേരൻ്റ് അത് നോട്ടീസ് ചെയ്യത്തില്ല. കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞാലും കുഞ്ഞിനെ നമ്മൾ ഫീഡ് ചെയ്തു, പിന്നെ അമ്മയും അച്ഛനും കഴിക്കുമ്പോൾ കുഞ്ഞ് പിന്നെയും പോയി വാ തുറക്കും, പേരൻ്റ് കൊടുക്കും. പക്ഷേ കുഞ്ഞിൻ്റെ വയറ് അത് റെഗുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് വയറ് നിറഞ്ഞു. ചില കുട്ടികൾക്ക് നേരെ തിരിച്ച് വിശപ്പ് തീരെ അറിയത്തില്ല. സോ ഇവിടെ എല്ലാം നമ്മൾ ഈ സെൻസറി ഇൻറ്റിഗ്രേഷൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ഇച്ചിരൂടെ കൺട്രോൾഡായി കിട്ടുന്നത്. എപ്പോഴും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് സെൻസറി ഇൻറ്റഗ്രേഷൻ്റെ
വലിയവരിൽ വലിയവരിൽ ഈ പറഞ്ഞ പോലെ അഗെയിൻ നമ്മൾ നമ്മുടെ വയറിനെ എങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാ ദിവസവും 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു 10ാമത്തെ ദിവസം 8 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡക്ഷൻ ഉണ്ടാകും, എനിക്ക് വിശക്കും. അത് കഴിച്ചിട്ട് നമുക്ക് 9 മണിക്കും 10 മണിക്കും വിശന്നാലോ? അത് ഓൾറെഡി നമ്മുടെ വയറിനെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമയത്ത് നമ്മൾ വിശക്കും വീണ്ടും. സ്ട്രെസ് ഓൾസോ, ചിലർക്ക് സ്ട്രെസ് വരുമ്പോൾ വിശപ്പ് ഓവർ ഈറ്റിംഗ് കാണാറുണ്ട്. അല്ല, എനിക്ക് ഒന്നും ഇല്ലെങ്കിലും ഭക്ഷണത്തിനോട് ഒരു ഭയങ്കര, അപ്പം ഞാൻ ഇനി ഇൻ്റഗ്രേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരുമോ? അല്ല, അതില്ല, ട്രെയിൻ ചെയ്യുക, ട്രെയിൻ യുവർ സെൽഫ് ആൻഡ് യുവർ മൈൻഡ്. ഈ പ്രായത്തിലേക്ക് അതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ സ്പീച്ച് തെറപ്പി സെഷൻസിലല്ലേ, ശരിക്കും എന്താണ് സ്പീച്ച് തെറപ്പി സെഷൻസിൽ നടക്കുക? സ്പീച്ച് തെറപ്പിയിൽ നമ്മൾ ഇനീഷ്യലി ഒരു ഇവാലുവേഷൻ ചെയ്യും, എന്താണ് കുട്ടിയുടെ ഇഷ്യൂ. ഓക്കെ, സ്പീച്ചിന് മാത്രം പ്രശ്നം വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐസിങ് ഓഫ് ദ കേക്കാണ്. അതിൻ്റെ അടിയിലേക്കുള്ള ഫൗണ്ടേഷൻ സ്കിൽസ് തൊട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ കുട്ടിക്ക് കളിക്കാൻ അറിയണ്ടാവില്ല. നമ്മൾ സോളിറ്ററി പ്ലേ എന്ന് പറയും, തന്നെ ഇരുന്നേ കളിക്കുന്നുള്ളൂ, മറ്റൊരാളുമായിട്ട് ജോയിൻ്റ്ലി അറ്റൻഷൻ കൊടുക്കുന്നില്ല, ഐ കോണ്ടാക്റ്റ് തരുന്നില്ല. അപ്പോൾ നമുക്ക് പ്രീ ലേണിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ബേസിക് സ്കിൽസ് പ്ലേ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലാംഗ്വേജ് അവിടെ നിന്നും അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി എടുക്കാനും മുന്നോട്ട് പറയാനുമുള്ള രീതിയിൽ കൊടുക്കും. അതേപോലെ വായുടെ മസിലുകളുടെ വീക്ക്നെസ് ആണെങ്കിൽ അതിന് വേണ്ടുന്ന എക്സസൈസസ് ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് ആണെങ്കിൽ അതിന് വേണ്ട എക്സസൈസസ് വേറെയാണ്. പിന്നെ നമ്മൾ സ്റ്റട്ടറിങ് ഉള്ള കേസസ് ആണെങ്കിൽ ബ്രീത്തിങ് എക്സസൈസസ്, ഫ്ലുവൻസി ഷേപ്പിംഗ് അങ്ങനെ ചെയ്യും. ഓക്കെ, അഡൽട്ട് കേസസിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പോസ്റ്റായിട്ട് വരുന്ന കേസസ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, ഏത് ഏരിയ ഓഫ് ബ്രെയിൻ ആണ് അഫക്റ്റഡ്, അതിനനുസരിച്ചുള്ള ലാംഗ്വേജ് ട്രെയിനിങ് ആയിരിക്കും കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓരോരുത്തരുടെയും കമ്മ്യൂണിക്കേഷൻ സ്റ്റക്കപ്പ് ആകുന്നത് എവിടെയാണ് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കി ആ നീഡിനനുസരിച്ച് ക്രമീകരിച്ചാണ് നമ്മൾ തെറപ്പി പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. സ്പീച്ച് തെറപ്പി നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? ചില കുട്ടികൾക്ക് നടക്കാറുണ്ട്, പക്ഷേ ചില കുട്ടികൾ ഒട്ടും സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് കോപ്പറേറ്റ് ചെയ്യില്ല. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് തെറപ്പിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ ദൂരെയുള്ള സ്ഥലത്താണ്, അവർക്ക് ഒട്ടും ആക്സസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ സഹായം കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗൈഡൻസ് പ്രോഗ്രാം ചെയ്യാം. കുട്ടികൾ ഓൺ സ്ക്രീൻ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസും ആപ്സും യൂസ് ചെയ്ത് നമ്മൾ ഓൺലൈൻ തെറപ്പീസ് കൊടുക്കാറുണ്ട്. മിക്ക കേസസിലും എഫക്റ്റീവാണ്, ബട്ട് ചില കേസസിൽ എഫക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ പേരൻസിനോട് പറയുകയും ഡയറക്റ്റ് തെറപ്പിക്ക് അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ADHD ഓട്ടിസം തെറപ്പികൾ ആ സെഷൻസ് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുമോ? നമ്മളുടെ കണ്ടിട്ട് നമ്മളിപ്പം പേരൻസിനിപ്പം 2 എ വീക്ക് അല്ലെ ആഴ്ച 3 ദിവസം വന്നാൽ മതി. ബാക്കി ദിവസം ദ പേരൻറ്റ് ഹാസ് ടു ഡു ഇറ്റ് അറ്റ് ഹോം. അത് പേരൻറ്റ് വീട്ടിൽ വർക്ക് ചെയ്താലേ, നമ്മൾ പറയുന്ന പേരൻറ്റും നമ്മുടെ ടീമായിട്ട് വന്നാലേ കുഞ്ഞിനൊരു വിചാരിക്കുന്ന രീതിയിലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ. സോ പേരൻറ്റിനും ചെയ്യാം, ബട്ട് പ്രൊവൈഡഡ് അതൊരു തെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസോടെ കൂടെ ആണെങ്കിൽ. അതായത് ഗൂഗിൾ, യൂട്യൂബ് വീഡിയോസ് നോക്കി മാത്രം ചെയ്യല്ലേ. ഗൂഗിൾ ഡോക്ടർ വേണ്ട. ഗൂഗിൾ ഡോക്ടർ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാക്കും, ബിക്കോസ് അത് നമ്മുടെ കുട്ടിക്ക് ആവശ്യമുള്ളതല്ലായിരിക്കും. ഓരോരുത്തർക്കും ഓരോ തരം ഡിഫറെൻ്റ് ആണ്. ഇനി ആൺകുട്ടികൾ ലേറ്റായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഉള്ളൊരു കാര്യമുണ്ടോ? അതൊക്കെ പണ്ടത്തെ പറച്ചിലുകളാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഡെഫിനറ്റ്ലി ഇപ്പോൾ അങ്ങനത്തെ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മൈൽ സ്റ്റോൺസ് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോവാം. എത്രത്തോളം എൻവയോൺമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് സംസാരം നേരത്തെ വരും. നേരത്തെ നടക്കുന്ന കുട്ടികൾ ലേറ്റായി സംസാരിക്കും, നേരത്തെ സംസാരിക്കുന്ന കുട്ടികൾ ലേറ്റായി നടക്കും. പല്ല് വന്നാൽ ലേറ്റായിട്ട് സംസാരിക്കും. ഉണ്ട് അങ്ങനെ പലത്. അങ്ങനെയുണ്ടോ? ഇല്ല, പല്ലും സംസാരമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, അപ്പോൾ കൊച്ചിൻ്റെ സെൻസറി ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏക വഴി. അതെ, മെയിൻ മൈൽ സ്റ്റോൺസ് അറിഞ്ഞിരിക്കുക, അത് ഫോളോ ചെയ്തു പോവുക. അവിടെ ഡിലേ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യുക, എന്താണ് തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കുട്ടിക്ക് ഹെൽപ്പ് വേണ്ടത്. നേരത്തെ ചെയ്താൽ ആ ഗ്യാപ്പുമായിട്ട് മുന്നോട്ട് കുട്ടിക്ക് ഒരു എന്താ പറയുക, ഹാൻഡിക്യാപ്പും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരില്ല. മറ്റു കുട്ടികളുടെ ഒപ്പം തന്നെ ഡെവലപ്മെൻറ്റ് എത്തുന്ന രീതിയിൽ നമുക്ക് നേരത്തെ തെറപ്പി കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി പേരൻറ്റ് കുട്ടി കമ്മ്യൂണിക്കേഷൻ്റെ 3 ഗോൾഡൻ റൂൾസ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്ത് പറയും മേരി മാം? കമ്മ്യൂണിക്കേഷൻ ആദ്യത്തേത് പ്ലേ ചെയ്യണം, പഠിക്കണം. കൊച്ചിൻ്റെ കൂടെ എങ്ങനെ കളിക്കാൻ പറ്റുന്നെന്ന് അത് പഠിച്ചേ പറ്റൂ. ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, കൊച്ചിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ. അതിന് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, നാളെ എൻ്റെ കുട്ടി എന്നെ കേൾക്കുന്നില്ല, വീട്ടിലെ മെയ്ഡ് പറയുന്ന മാത്രം അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത് ശരിയല്ല. നമ്മൾ എത്രത്തോളം കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു അതനുസരിച്ച് കുഞ്ഞ് നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് ബോണ്ടാകുന്നത്. സോ ആരാ കുട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അവരോടായിരിക്കും കുട്ടിക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ പല സിറ്റുവേഷനിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞിനെ വളർത്തുന്നത്.
ബാക്കി ആർക്കും അവിടെ റെസ്പോൺസിബിലിറ്റി ഇല്ല. അങ്ങനെ വരുമ്പോൾ അമ്മ പറയുന്നതെല്ലാം കുഞ്ഞ് കേൾക്കും, അമ്മയുടെ മുഖഭാവം മാറുമ്പോൾ കുഞ്ഞിന് മനസ്സിലാവും. പക്ഷേ ബാക്കി ഫാദറും ഗ്രാൻഡ് പേരൻസും വിളിക്കുമ്പോൾ കൊച്ചു മൈൻഡ് പോലും ചെയ്യത്തില്ല. അത് ഇതുകൊണ്ടാണ് അവരാരും ബോണ്ട് ബിൽഡ് ചെയ്തിട്ടില്ല. കുഞ്ഞൊന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ അവർ ഹാൻഡിൽ ചെയ്യാൻ വരുമ്പോൾ കൊച്ചിന് അറ്റാച്ച്മെൻ്റ് ഇല്ല അവരോട്. സോ ആദ്യം തന്നെ കുഞ്ഞിലെ തന്നെ എല്ലാവരും ഒരേപോലെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്ലേ ചെയ്യുകയും ചെയ്യണം. ഫസ്റ്റ് ഇസ് പ്ലേ. പിന്നെ സെക്കൻഡ് ഇസ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെ വൊക്കാബുലറി ക്ലിയർ ലാംഗ്വേജ് ആയിരിക്കണം. ബേബി ടോക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൊണ്ടുവരൽ ഒരു പ്രായം വരെ നമുക്ക് കളിപ്പിക്കാം. പിന്നെ നമ്മൾ ക്ലിയർ സ്പീച്ച് ആയിരിക്കണം കുഞ്ഞുങ്ങളുടെ കൂടെ കൊണ്ടുവരേണ്ടത്. അത് മിക്കയിടത്തും തക്കടും മക്കടും എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. കൊച്ചിനൊരു പേരിട്ടിട്ടുണ്ട്, പക്ഷേ പേര് വിളിക്കത്തില്ല. അവർ ഇങ്ങനെ പല മൾട്ടിപ്പിൾ നെയിംസ് വിളിക്കുമ്പോൾ കൊച്ചിൻ്റെ പേരെന്താണെന്ന് കൊച്ചിന് അറിയത്തില്ല. അവൻ്റെ പേര് വിളിക്കുമ്പോൾ അവനെയാണോ ഇത് ഒബ്ജക്റ്റിൻ്റെ ലേബിൾ ചെയ്യുമെന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. സോ അതാണ് സെക്കൻഡ് തിങ്. നെയിം കോൾ കറക്റ്റായിട്ട് പോകണം. തേർഡ് ക്ലിയർ സ്പീച്ച്. ഇത്രയും ചെയ്താൽ ദീസ് ആർ ദ 3 ഗോൾഡൻ റൂൾസ് ഐ വുഡ് സേ. ഇനി കാറ്റലിസ്റ്റിൽ നിങ്ങൾ എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും ലക്ഷ്യം വെക്കുന്നത്? കാരണം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് തെറപ്പി സെഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഡിപ്രഷനിലൂടെ കടന്നു പോയ എല്ലാവരും ഡിപ്രഷൻ്റെ കോച്ചാണ്. ഒരു ഡിവോഴ്സ് കഴിഞ്ഞ എല്ലാവരും ലൈഫ് കോച്ചാണ്. എന്തെങ്കിലും ഒരു ഇച്ചിരി അച്ചീവ്മെൻറ്റ് വന്ന എല്ലാവരും ബിസിനസ് കോച്ചാണ്, അല്ലെങ്കിൽ ലൈഫ് കോച്ച്. അങ്ങനെ കോച്ചുകളുടെ കാലമാണ്. സോ കാറ്റലിസ്റ്റ് പോലൊരു സ്ഥാപനം കൊണ്ട് എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? കാറ്റലിസ്റ്റ് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആവണമെന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, സോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന കോണ്ടൻറ്റ് തന്നെ ഒരു കെമിക്കൽ പ്രോസസ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സോൾട്ടാണ്. ആ പ്രോസസ്സിനെ ഈസ് ഔട്ട് ചെയ്യാൻ അല്ലെ ഫാസ്റ്റിൽ നടക്കാൻ. അതുപോലെ ഓരോ തെറപ്പിസ്റ്റും ഒരു കുട്ടിയുടെ ലൈഫിൽ കുറച്ച് നാളത്തേക്ക് ഒരു കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുകയാണ്. അവിടെ പോസിറ്റീവ് ചേഞ്ചസ് നടക്കണം. അതാണ് നമ്മൾ കാറ്റലിസ്റ്റ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കറക്റ്റ് ഗൈഡൻസ് കൊടുത്ത് എന്താണ് തെറപ്പി അല്ലെങ്കിൽ എന്താണ് കുഞ്ഞിൻ്റെ നീഡെന്ന് മനസ്സിലാക്കി ഒരു ഹോൾസം ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. ക്യാൻ യു ടെൽ മീ ഒരു സ്റ്റോറി? ഒത്തിരി സ്റ്റോറീസ് കാണും, അതിലൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, തെറപ്പി കൊണ്ടുണ്ടായ ഒരു ചേഞ്ച് പറയാമോ? ഞാൻ കാറ്റലിസ്റ്റ് ആരംഭിച്ച സമയത്താണ് എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു ട്വിൻസ് ഉണ്ടായിരുന്നു. അതിലൊരു അന്ന് ഈ പറയുന്ന ടൂൾസും അഡ്വാൻസ്മെൻറ്റ്സും ഒന്നും ആയിട്ടില്ല. ചെറിയ രീതിയിൽ മാനുവലി പഠിച്ച് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ വളരെ ടൈം എടുത്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. സോ 6 monthsന് ശേഷം അമ്മ വിസ റിന്യൂ ചെയ്യാനായിട്ട് എബ്രോഡിലേക്ക് പോയി. സോ അതുവരെയും കുട്ടി സംസാരിച്ച് തുടങ്ങിയിട്ടില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അവിടെ നമ്മൾ പാട്ട് പാടുന്ന കൂട്ടത്തിൽ ജോണി ജോണി എന്ന് ഞാൻ പറഞ്ഞു നിർത്തുകയും അവിടുന്ന് ഒരു ദാറ്റ് വാസ് ലൈക്ക് ഫസ്റ്റ് ടൈം ശരിക്കും ഞെട്ടിപ്പോയി. കൂടെ നമ്മുടെ കൂടെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയും പെട്ടെന്ന് അവൻ്റെ വായിന്നാണോ വന്നത് മാമിൻ്റെ വായിന്നാണോ വന്നത്? എനിക്ക് ഉറപ്പില്ല, ഞാൻ ഒന്നും കൂടി പാടി നോക്കട്ടെ. ഞാനും ഷോക്ക്ഡായിപ്പോയി, കാരണം അത്രയും നാൾ നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല. സം ഇമോഷണൽ തിങ് ഹാപ്പൻ, ഹീസ് ജസ്റ്റ് ഓപ്പൺഡ് അപ്പ്. അതുവരെ നമ്മൾ എക്സസൈസസും കാര്യങ്ങളും കൊടുത്തോണ്ടിരിക്കുക. ഇത് ഏത് പ്രായത്തിലാണ്? ദിസ് ഈസ് അറൌണ്ട് 2.5. 6 മാസത്തിൽ അമ്മ പോയിട്ട് 2.5 വയസ്സായി കഴിഞ്ഞപ്പോൾ അല്ലല്ല 2 years നമ്മൾ തെറപ്പി സ്റ്റാർട്ട് ചെയ്തു. അമ്മ ഒരു ചെറിയ ബ്രേക്കിന് വിസ റിന്യൂ ചെയ്യാനായിട്ട് പോയ ഗ്യാപ്പിൽ അവൻ ഒന്ന് ഇത്തിരി ഡൗൺ ആയിരിക്കുന്ന മൊമെൻറ്റിൽ തെറപ്പിയുടെ ഇടയിലാണ് പെട്ടെന്നൊരു സൗണ്ട് അട്രൻസ് കേൾക്കുന്നത്. സോ ആ പാട്ട് അങ്ങനെ പോയി. ഹി ജസ്റ്റ് ജോയിൻഡ് അസ്. ഈറ്റിംഗ് ഷുഗർ, ഓ പപ്പ. ടെല്ലിംഗ് ലൈസ്, ഓ പപ്പ. Open your mouth. That was a start. Then after 2 days a mother was back. നമ്മൾ അതുവരെ പഠിപ്പിച്ച ബുക്കും എടുത്തിട്ട് അവൻ അമ്മയുടെ അടുത്ത് പോയിരുന്ന്, ക്ലാരിറ്റി ഇല്ല പക്ഷെ ടൈഗർ ജിറ അങ്ങനെ പറഞ്ഞ് അവൻ ആ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ഒറ്റൊരു വരവായിരുന്നു. യൂഷ്വലി നമ്മൾ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കും. പക്ഷേ ഈ ഒരാൾ ഒരൊറ്റ വരവ് വന്നിട്ട് ഇവർ തിരിച്ച് കാനഡയ്ക്ക് പോയി. അവിടെ നടന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷനിൽ ഹി വൺ ദ ഫസ്റ്റ് പ്രൈസ്. So that is so good. I can never forget that moment. ഇവർ ഓരോ സമയത്തും അവൻ്റെ വീഡിയോസ് നമുക്ക് അയച്ചു തരുമ്പോൾ we feel so happy. ദിസ് ഈസ് വാട്ട് ലൈക്ക് ഈ പിള്ളേരുടെ നമ്മൾ ചിലപ്പം ഓവർ ടൈം മറന്നു പോകും. പക്ഷേ ഈ പേരൻസ് ഇപ്പോഴും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും, ഞങ്ങളുടെ കുട്ടി ഇത്രയുമായി ബിക്കോസ് ഓഫ് യു പീപ്പിൾ ഇങ്ങനെ ആയി എന്നുള്ളത്. ആ ഒരു ഹാപ്പിനെസ് ഞങ്ങളുടെ ഇപ്പം എൻ്റെ കേസിൽ പറഞ്ഞാൽ വെരി റീസെൻറ്റ് ഒരു സ്റ്റോറി പറയാം. ഒരു കുട്ടി പല സെൻറ്ററിലും വേറെ ഒരു സെൻറ്ററിൽ പോയി ഐ തിങ്ക് 1.5-2 yearsോളം വർക്ക് ചെയ്തു. കുട്ടി ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടാണ് വന്നത്. സോ അവരൊരു അസസ്മെൻറ്റിന് വന്നതാണ്. 1 day അസസ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ പറയുന്നത് ചൈൽഡ് ഈസ് ഓവർ സ്റ്റിമുലേറ്റഡ്, കൊച്ചിനെ നമുക്കിപ്പം തൊടാനോ തെറാപ്പിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഇവർ തിരിച്ച് പോവുക, ദേ ഗോയിങ് ടു എ ഫോറിൻ കൺട്രി. അപ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു എന്തായാലും തൽക്കാലം നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക, 1 month ബ്രേക്ക് എടുക്കുക, ലെറ്റ്സ് സി ഓൺലൈൻ. ബിക്കോസ് അവർക്ക് ഇമീഡിയറ്റ്ലി ഇനി വരാൻ പറ്റത്തില്ല. ഡയറക്റ്റ്ലി അവിടെ ഭയങ്കര ഡിലേ തെറാപ്പി കിട്ടാൻ. വി സ്റ്റാർട്ടഡ് വർക്കിംഗ്.
ബൈ ഗോഡ്സ് ഗ്രേസ് ഈ പ്രാവശ്യം ഐ തിങ്ക് ഒരു 1 week ബാക്ക് ദേ വെൻ ടു ബാലി, വേറെ ഒരു സ്ഥലത്ത് വിസിറ്റിന് പോയി. അവർ ആ അമ്മയുടെ ഇൻലോസൊക്കെ അവിടെ വന്നു. ആ കൊച്ചിനെ അവർ 2 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ആൻഡ് ദേ വർ വെരി ഹാപ്പി. സോ ദാറ്റ് വാസ് ദ ഹാപ്പിനെസ് ഫോർ മീ. അവർ റെക്കഗ്നൈസ് ചെയ്തു ആ കുഞ്ഞിൻ്റെ ചേഞ്ചസ്. അത് നമ്മൾ ഓൺലൈനിൽ ഈ 1.5 വർഷം 2 വർഷം കൊണ്ട് ത്രൂ സെൻസറി ഇൻറ്റിഗ്രേഷൻ, ത്രൂ റിഫ്ലെക്സ് ഇൻറ്റിഗ്രേഷൻ ഓൺലൈനിൽ ചെയ്തിട്ട് ആ അമ്മ അതുപോലെ വർക്ക് ചെയ്തു. ബിക്കോസ് ഷീ വാസ് മൈ തെറാപ്പിസ്റ്റ് ദ. ഡയറക്റ്റ്ലി എനിക്ക് തെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല. അമ്മ ഓരോ സ്റ്റെപ്പിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അമ്മ വീഡിയോസ് അയക്കുന്നു, വോയിസ് മെസ്സേജ് അയക്കും, അങ്ങനെ ഗൈഡ് ചെയ്ത് ആ കൊച്ചിപ്പം ഭയങ്കര നല്ലതായി. ഇപ്പം സോഷ്യൽ സിറ്റുവേഷൻസിൽ പോകുമ്പോഴും നല്ല കാമാണ്. കുട്ടി ടെന്നീസ് കളിക്കും ഇപ്പം. സൈക്കിൾ 2 daysനുള്ളിൽ കൊച്ച് ചവിട്ടാൻ പഠിച്ചു. സോ അതൊക്കെ അമ്മ ഓരോ സെക്കൻഡ് ആ ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മെസ്സേജിങ് നമുക്ക്, കുട്ടി ഇത്രയായി എന്ന് പറഞ്ഞ് നമ്മളൊരു മാറ്റം വരുത്തി എന്നുള്ളതൊരു ഭയങ്കര കാര്യം. യെസ്, അപ്പോഴാണ് ദാറ്റ് ഈസ് അവർ റിയൽ അച്ചീവ്മെൻറ്റ് ആക്ച്വലി. ഞാനിപ്പം ഇത്രയും നിങ്ങൾ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. അതായത് നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് മടിക്കരുത്, സമയത്തെടുക്കുക, നമ്മളും ഇൻവോൾവ് ആവുക, പ്രൊഫഷണൽ അടുത്ത് പോവുക, പ്രൊഫഷണലിൻ്റെ അടുത്ത് പോവുക, ലൈസൻസ് മിനിമം ചോദിക്കുക, എന്നിട്ട് അന്വേഷിക്കുക, എൻക്വയറി ചെയ്യുക, ഈ ലൈസൻസ് ഉള്ള ഒരാളാണോ, ഇത് ചെയ്യാൻ യോഗ്യരാണോ എന്ന് അന്വേഷിക്കുക. അല്ലാണ്ട് ബ്രാൻഡ് ഇങ്ങനെയാണ്, പേരിങ്ങനെയാണെന്ന് പറഞ്ഞ് പോകാണ്ടിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഒരുപാട് അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾക്കാണ് ഉത്തരങ്ങൾ തന്നെ. താങ്ക് യു. Thank you. Thank you so much for having us and sharing all your doubts with us. I hope we could help. എൻ്റെ മോന് ഇപ്പോൾ 14 വയസ്സുണ്ട്. അവൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അനുസരിക്കും, വലുതാവുമ്പോഴും ഞാൻ പറഞ്ഞ അനുസരിക്കുന്നുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ചെറുതായിരുന്നപ്പോൾ എല്ലാവരും പറയുന്നത് അനുസരിക്കുന്ന പോലെ എല്ലാവർക്കും തോന്നിയെങ്കിലും പിള്ളേർ വലുതാവുമ്പോൾ ഐഡൻറ്റിറ്റി ആയല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് ഇത് അനുസരിക്കുന്നു എന്ന് മാത്രമല്ല, വേറുള്ളവർ പറയുമ്പോൾ എന്നോട് ചോദിച്ചിട്ടും കൂടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിന് വലിയൊരു പരാതിയാണ്. അതെന്താണ് എല്ലാം താൻ പറഞ്ഞാൽ കേൾക്കുന്നതെന്ന്, അതെന്താ അങ്ങനെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് എന്നുള്ളൊരു. കുഞ്ഞുങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റിൽ നമ്മുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ വരുന്ന ഒരു കൺസേൺ പറയുന്ന ഒരു തിങ്, അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞിനെ വളർത്തുന്നത്. ആയിരുന്നു. അപ്പോൾ അമ്മ മാത്രം വളർത്തിയാൽ മതി, ബാക്കി ഫാമിലി മെമ്പേഴ്സ് അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഇല്ല. കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആരവരുടെ കൂടെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൂടുതൽ ബോണ്ട് ബിൽഡ് ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ അവരോടായിരിക്കും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരോടായിരിക്കും കൂടുതൽ അത് അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഈ കുട്ടിയുടെ കൂടെ സംസാരിക്കുകയും പ്ലേ ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ കൊച്ച് എല്ലാവരോടും ആ അറ്റാച്ച്മെൻറ്റും ബോണ്ടും കീപ്പ് ചെയ്യത്തുള്ളൂ. അച്ഛനോട് കൂടുതൽ മിണ്ടുന്നൊരു കേസ് ഉണ്ടോ? റേണു മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് അതുപോലത്തെ ക്ലയൻറ്റ്സ് കൂടുതലും അങ്ങനെയാണ് വരുന്നത്. ഞാൻ പറയുമ്പോൾ മാത്രം കുഞ്ഞ് ചെയ്യുന്നുള്ളൂ, അച്ഛൻ പറയുമ്പോൾ ചെയ്യുന്നില്ല. അതെല്ലാം ഇതാണ്, അച്ഛൻ എത്രത്തോളം കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു, അവിടാണ് മെയിൻ ഇഷ്യൂ. അല്ലെങ്കിൽ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് വേറെ പണിയിലായിരിക്കും, അവർ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകത്തില്ല. കൊച്ചു പക്ഷെ കരയുമ്പോൾ അമ്മയെ വഴക്ക് പറയും, കുഞ്ഞിനെ സമാധാനം. അപ്പോൾ അമ്മ മാത്രമാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ സമാധാനിപ്പിക്കുന്നത്, കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുന്നത്, കുഞ്ഞിനെ പാസിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ വഴക്ക് പറയുന്നതും അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നതെല്ലാം അമ്മ മാത്രമാണ്. ഇവിടെ എൻ്റെ ചോദ്യം ഇതമ്മ, ഇങ്ങനത്തെ അച്ഛൻ കേസസും ഉണ്ടോ? അതായത് അച്ഛൻ പറഞ്ഞാൽ മാത്രം കേൾക്കും. അന്നേരം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പം നമുക്ക് വെളിയിൽ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന കപ്പിൾസ്, അതിൻ്റെ അകത്ത് ചിലപ്പം അമ്മ വർക്ക് ചെയ്യും, ഫാദർ ആയിരിക്കും കുട്ടിയുടെ കൂടെ ഇവിടെ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ കൊച്ച് ആ ഫാദറിനോടായിരിക്കും കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്നത്, ബിക്കോസ് ആ ഫാദറാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആര് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കുട്ടി അവരോടേ ഡീൽ ചെയ്യത്തുള്ളൂ.